അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹിൽ ബററ വഅലാ മൻ തബഅഹു അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹാദരണീയരായ യോഗത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് ഹുസൈൻ കോയ തങ്ങളവറുകളെ, വേദിയിൽ സന്നിഹിതരായ ആദരണീയരും പ്രിയങ്കരരുമായ സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ കാര്യദർശികളായ കെ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, അഭിവന്യരായ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സ്നേഹധന്യരായ ഉമറാക്കളെ, പ്രിയങ്കരരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏറെ പ്രൗഢമായ ഒരു കൂട്ടായ്മയുടെ വളരെ പ്രസക്തമായ ഒരു സംഗമത്തിലാണ് നമ്മളേവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മദ്രസകളിൽ നിന്ന് പല കാലങ്ങളിലായി പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ദീനി വിദ്യാഭ്യാസ മേഖലയുടെ നന്മയും അനുഭവവും ജീവിതത്തിൽ ആവോളം നുകർന്നിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് നമ്മളേവരും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം പരിചയിച്ച ധാർമ്മിക കലാലയമാണ് നമ്മുടെ മദ്രസകൾ. നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ടു പരിചയിച്ച നന്മയുടെ തുരുത്താണ് മദ്രസകൾ എന്ന് പറയുന്നത്. ജീവിതത്തിൽ അറിവിനപ്പുറത്ത്, വിവരങ്ങൾക്കപ്പുറത്ത് ശരികളെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തിയ ഒരു പർണശാലയാണ് നമ്മുടെ മദ്രസകൾ എന്നത്. അതുകൊണ്ട് തന്നെയാണ് കാലമേറെ കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തെ ഇന്നീ കാണുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തുന്നതിൽ, മനോഹരമാക്കുന്നതിൽ ആ മദ്രസ കാലയളവ് ചെറുതല്ലാത്ത പങ്ക് വഹിച്ചുവെന്ന് നമ്മൾ അഭിമാനപൂർവ്വം തിരിച്ചറിയുന്നത്. അതിൻ്റെ ഒരു പ്രചോദനം തന്നെയാണ് നാളേറെ കഴിഞ്ഞിട്ടും ഇതുപോലൊരു സംഗമം വിളിച്ചു ചേർക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മദ്രസകളിലൂടെ നമ്മൾ നുകർന്നിട്ടുള്ള, നേടിയിട്ടുള്ള അറിവും അനുഭവവുമെല്ലാം നമ്മുടെ വർത്തമാനകാല ജീവിതത്തെ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് പരിചയപ്പെടുത്തേണ്ടതില്ല, വിശദീകരിക്കേണ്ടതുമില്ല. ഇന്ന് നമ്മൾ കാണുന്ന ലോകവും കാലവുമെല്ലാം വലിയ പ്രതിസന്ധികളും വലിയ പ്രതിബന്ധങ്ങളും നിറഞ്ഞൊരു കാലമാണ്. നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ അപകടകരമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്തിൻ്റെ ആഹുതികൾ എന്ന് പറയുന്നത്. ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നത് നമ്മൾ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയിലെ മുതിർന്നവരെ മാത്രമല്ല, പുതിയ കാലത്തെ ഈ സമൂഹത്തെ നുകർന്ന് അനുഭവിക്കുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ വരെ ആ വലിയ ആശങ്കയുടെ മുൾമുനയിലാണ് ജീവിക്കുന്നത്. അക്ഷരങ്ങളുടെ, സംസ്കാരങ്ങളുടെ, അറിവിൻ്റെ, ടെക്നോളജിയുടെ, ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ, അതിൻ്റെ എല്ലാം പുരോഗതിയുടെ അപരിമേയതയിൽ നമ്മൾ ഇങ്ങനെ ആവേശപൂർവ്വം തുടരുമ്പോഴും എന്തൊക്കെയോ അടിസ്ഥാനപരമായ അടിത്തറകൾ നമുക്ക് നഷ്ടമാകുന്നുണ്ട് എന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൻ്റെ ആഴത്തിലാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ പോലും ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക, നമ്മൾ നിർമ്മിക്കുക, നമ്മൾ നല്ലതിനെക്കുറിച്ച് ആലോചിക്കുക എന്നൊക്കെ പറയുന്നത് പുതിയ കാലത്തോട് നമ്മൾ നിർവഹിക്കേണ്ടുന്ന നീതിബോധമാണ്, നമ്മുടെ ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന നിലയിൽ നമ്മൾ നാളെക്കുറിച്ച് സങ്കല്പിക്കുന്ന സമയത്ത്, പ്രതീക്ഷയോടെ ചുവട് വെക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഏതാനും ചില സൂചകങ്ങൾ ഈ വൈകിയ സമയത്ത് പങ്കുവെച്ച് ചുരുക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സുദീർഘമായ ഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. നിങ്ങളും ഇവിടെ നിന്ന് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രഭാഷണങ്ങൾ, ഉപദേശങ്ങൾ, പണ്ഡിതോചിതമായ വലിയ ഒരു അനുഭവങ്ങൾ,
അതെല്ലാം ആവേശപൂർവ്വം സ്വീകരിച്ചിരിക്കുന്ന ഒരു സദസ്സാണ്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായ ഒരാളുടെ ഒരു വലിയ ദീർഘമായ പ്രഭാഷണത്തിൻ്റെ യാതൊരു ആവശ്യവും ഈ വേദിയിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ കൂടിയിരുത്തത്തിൻ്റെ പ്രമേയം അത് കുറച്ചുകൂടി ആഴത്തിൽ നമ്മളൊന്ന് തൊട്ടറിയുക എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാളുകൾ നമ്മുടേതാണ്, അല്ലെങ്കിൽ നമ്മുടേതാണ് ഇനി വരുന്നൊരു കാലം. അതാണല്ലോ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഈ സംഗമത്തിൻ്റെ പ്രമേയമായി പ്രിയപ്പെട്ട SKMMയുടെ നേതൃത്വം തിരഞ്ഞെടുത്തിരിക്കുന്നത്. വല്ലാത്ത പ്രതീക്ഷ നൽകുന്നൊരു പദപ്രയോഗമാണിത്. നമ്മൾ ജീവിക്കുന്ന നാടുകളിൽ പല വേദികളിൽ ചെന്നാൽ എല്ലായിടത്തും നിരാശകളാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾ നശിച്ചു, ചെറുപ്പക്കാർ വഴികേടിലായി, എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടു, എല്ലാവരും സാമൂഹികമായി തകർന്നു, ആർക്കും സാമുദായിക പ്രതിബദ്ധതയില്ല, ആർക്കും നാടിനോട് കൂറില്ല, ആർക്കും കുടുംബത്തോട് ഒരടുപ്പമില്ല. അങ്ങനെയുള്ള നിരവധി അനവധി പ്രയാസങ്ങളുടെ, നിരാശകളുടെ, ആശങ്കകളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മൾ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ, നമ്മൾ പകർന്ന് പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളൊക്കെ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് SKMMA വളരെ വ്യത്യസ്തമായൊരു കാര്യം നമ്മളോട് പറയുന്നത്. അങ്ങനെ നിരാശപ്പെടാനൊന്നുമില്ല. നാളെ നമ്മുടേതാണ്, ഇനി വരാനിരിക്കുന്ന കാലവും നമ്മുടേതാണ്. ആ കാലത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്ന സമയത്ത് സൂചിപ്പിച്ചതുപോലെ നാളെ ഒരു ലോകത്തെ നമ്മൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ അതിനെ ഏറ്റവും ക്രിയാത്മകമായി നമ്മൾ നിർവചിക്കുക എന്നതാണ് ഇനിയൊരു കാലത്തോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ നീതി. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങളുടേതല്ല, പരിഹാരങ്ങളുടേതാണ് ഇനി വരുന്നൊരു കാലം. പുതിയ കാലത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ കാലത്താണ് ജീവിക്കുന്നത്. നമ്മൾ റോബോട്ടിക്സും പുതിയ IoTയും ഒക്കെ വിധിയെഴുതുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓഗ്മെന്റഡ് റിയാലിറ്റിയും റോബോട്ടിക്സും IoTയും മെഷീൻ ലേണിങ്ങും എല്ലാം ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം? അതെല്ലാം ഈ കാലഘട്ടത്തിൽ നിർവഹിക്കുന്ന ഒരൊറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ. They're all finding solutions for the problems of society. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൊല്യൂഷനാണ് എല്ലാവരും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്, പരിഹാരമാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു കാലവും ഒരുപക്ഷെ പഴയ കാലവും തമ്മിലുള്ള ഏക വ്യത്യാസം അതാണ്. പഴയ കാലത്തെ സംബന്ധിച്ചിടത്തോളം അവർ വൈതരണികളുടെയിലൂടെ, പ്രതിസന്ധികൾക്കിടയിലൂടെ നുഴഞ്ഞു നീങ്ങി ലോകത്തെ അനുഭവിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള കരുത്തുള്ളവരായിരുന്നു. ആദരണീയനായ ജിഫ്രി തങ്ങൾ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ധാർമ്മികമായ വലിയ അടിത്തറയുള്ള, ഒരു ധാർമ്മികമായ വലിയ ഫലമുള്ള, എല്ലാ പ്രതിസന്ധികളെയും പ്രതിസന്ധികളുടെ ഇടയിൽ നിന്ന് അതിജീവിക്കാൻ കരുത്തുള്ളവരായിരുന്നു അവർ. പട്ടിണി കിടക്കുമ്പോൾ 3 നേരം ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ ആ ഭക്ഷണമില്ലാത്ത ദാരിദ്ര്യത്തിന്റെ വേദനയും വിശപ്പും അവരനുഭവിക്കുമ്പോൾ അതിന് വെള്ളം കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും ചപ്പ് പലഹാരങ്ങൾ കൊണ്ടും അതിന് പരിഹാരം കണ്ടെത്താൻ, അതിൽ തന്നെ പരിഹാരം കണ്ടെത്താൻ, ആ ഇല്ലായ്മ തന്നെയാണ് അതിന്റെ വഴിയെന്ന് കണ്ടെത്തി അതിൽ സമാശ്വസിക്കാനുള്ള കരുത്ത് ആ ജനതക്കുണ്ടായിരുന്നു. ഒറ്റപ്പെടലുകളുടെ തീവ്രതയിലും വേദനയിലും കിടന്നവർ പ്രയാസപ്പെടുമ്പോൾ ആ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രതിസന്ധികളെ മറികടന്ന് മറുകരയെത്താമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ആശ്വാസവും ആ അർത്ഥത്തിലുള്ള കൂട്ടായ്മയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവർക്ക് പരിഹാരങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടായിരുന്നത് അതിജീവിക്കുക എന്നുള്ളതായിരുന്നു, നിലനിൽക്കുക എന്നുള്ളതായിരുന്നു. ഏതൊരു തലമുറയുടെയും പുരോഗതിയുടെ ഘട്ടത്തിലെ ആദ്യ തലം അതാണ്. നമ്മൾ നിലനിൽക്കുക, എക്സിസ്റ്റൻസ് ആണ് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നിലനിൽക്കുക എന്നതാണ് പ്രധാനം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് ഈ നാട്ടിൽ അഭംഗുരം പറയാൻ കഴിയുന്ന ഒരു ആവേശകരമായ ദർശനമായി ഈ നാട്ടിൽ നിലനിൽക്കുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രശ്നം. മദ്രസകളും പള്ളികളും എല്ലാം നിലനിൽക്കുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രശ്നം. ഈ സമുദായത്തിൽ ദീനീ ബോധമുള്ള മനുഷ്യരുണ്ടാവുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രശ്നം. നിസ്കരിക്കുന്നവരുണ്ടാവുക, നോമ്പെടുക്കുന്നവരുണ്ടാവുക, സകാത്ത് കൊടുക്കുന്നവരും ഹജ്ജ് നിർവഹിക്കുന്നവരും ഉണ്ടാവുക എന്ന നിലനിൽപ്പായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രശ്നം. ആ പ്രശ്നത്തെ അവര് മനോഹരമായി മറികടന്നു. അവർക്കതിനെ അതിജയിക്കാൻ കഴിഞ്ഞു, അതിജീവിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിലെ ഈ 2024 എത്തി നിൽക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിന്റെ 21st സെഞ്ചുറിയിലെ നമ്മുടെ ലോകം എന്താണ്? നമ്മുടെ പ്രശ്നം എന്താണ്? നിലനിൽപ്പല്ല. നിലനിൽപ്പിനേക്കാൾ വലിയ ഒരു സാമൂഹികമായ വെല്ലുവിളി നമ്മൾ നേരിടുന്നുണ്ട്. കാരണം നമ്മൾക്ക് നിലനിൽക്കാൻ കഴിയാവുന്ന അടിത്തറ പൂർവ്വഗാമികളായ പൂർവ്വസൂരികളായ മനുഷ്യരെല്ലാം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ആ കെട്ടിപ്പടുത്ത മനോഹരമായ അടയാളങ്ങളുടെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ഏറ്റവും മനോഹരമായ ദൗത്യവും പ്രതിസന്ധിയും എന്ന് പറയുന്നത്, നമ്മൾ ഇന്നേറെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്.
ആ പ്രോബ്ലംസിന്, ആ ചാലഞ്ചസിന് എന്താണ് പരിഹാരം നമുക്ക് മുന്നിൽ കണ്ടെത്താനുള്ളത് എന്ന അതിജയിക്കുന്നതിന്റെ പ്രശ്നമാണ് നമ്മളിലുള്ളത്. ഒരു റിവൈവലിസത്തിന്റെ പ്രശ്നമാണ് നമ്മളിൽ. ഒരു നിലനിൽക്കുക എന്നതിനേക്കാൾ ഉപരി അതിജയിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. എങ്ങനെ മറ്റുള്ളവരെക്കാൾ മികച്ചവരാകാൻ നമുക്ക് കഴിയും? എങ്ങനെ ഈ സമൂഹത്തിലെ അധകൃതമായി തളർന്നുപോയ അല്ലെങ്കിൽ പതറി ഇടറിപ്പോയ ഒരു ജനതയുടെ മുന്നിൽ ഉശിരുള്ള, കരുത്തുള്ള, അഭിമാനമുള്ള ഒരു തലമുറയായി നമുക്ക് അങ്ങനെ മാറാൻ പറ്റും? ആ ചോദ്യമാണ് ജയിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലെ പ്രശ്നം. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ 21st സെഞ്ചുറിയെ ആളുകൾ 21st സെഞ്ചുറി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അതിവേഗത്തിലാണ് ലോകവും കാലവും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ, കാലത്തിൽ, സമൂഹത്തിൽ, സാഹചര്യത്തിൽ നമ്മൾ എത്ര കണ്ട് ഹൗ വി ആർ ഏബിൾ ടു ഫൈൻ ട്യൂൺ ദ സൊല്യൂഷൻസ്, എങ്ങനെ പ്രോബ്ലംസിനെ, പ്രശ്നങ്ങളെ നമുക്കറിയാവുന്ന അളവുകോലുകൾ ഉപയോഗിച്ച് പരിഹാരമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള സുചിന്തിതമായ ആലോചനയാണ് പുതിയ തലമുറ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുത്തരം കണ്ടെത്തുന്നവരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നവർ. അതിനുത്തരം കണ്ടെത്തുന്നവരാണ് റോബോട്ടിക്സിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നവർ. അതിനുത്തരം കണ്ടെത്തുന്നവരാണ് ആധുനിക ടെക്നോളജിയുടെ അപരിമേയമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നവർ. എല്ലാത്തിന്റെയും സൊല്യൂഷൻ, എല്ലാത്തിന്റെയും ഉത്തരങ്ങൾ അങ്ങനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ധാരയിൽ നമ്മൾ ഒരുപക്ഷെ ബോധപൂർവം ഇടപെട്ടാൽ മാത്രം നടക്കുന്ന ഒരു സൊല്യൂഷനാണ് സമുദായം അനുഭവിക്കുന്ന ധാർമ്മികതക്കുള്ള പരിഹാരം, ധർമ്മബോധത്തിന്റെയും ധാർമ്മിക പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അതാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളൊക്കെ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ, എന്റെയും നിങ്ങളുടെയും മുന്നിലുള്ളത് നന്മയിലേക്കുള്ള വിളിയാളങ്ങളെക്കാൾ കൂടുതൽ തിന്മയിലേക്കുള്ള കോലാഹലങ്ങളാണ്. എത്ര ആളുകളാണ്, എത്ര ഇടങ്ങളിലാണ് നമ്മൾ സ്വാധീനിക്കപ്പെടുന്നത്? മദ്യവും ലഹരിയും അരുതായ്മകളും എല്ലാം നമ്മുടെ കൈവട്ടത്തിൽ ഇങ്ങനെ സുലഭമായി സംഭവിക്കുകയാണ്. അത് ചെയ്യാതിരിക്കുന്നവർ മോശക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവമുണ്ട്. കർണാടകയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിലെ ഉപരിപഠനം നൽകി MBBS ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഗൾഫ് നാടുകളിലെ അതിസമ്പന്നമായ തറവാട് കുടുംബങ്ങളിലെ വളരെ പ്രവാസി വ്യവസായ രംഗത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കുടുംബത്തിൽ ജനിക്കാൻ അവസരമുണ്ടായ ഭാഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ. അവിടെ നിന്ന് KG മുതൽ ഏതാണ്ട് +2 വരെ ആ നാട്ടിൽ പഠിച്ച് പിന്നീട് MBBSന് പഠനം, അതിന്റെ തുടർ പഠനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക്, അതും സൗത്ത് ഇന്ത്യയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാലയത്തിലേക്ക് അഡ്മിഷൻ കിട്ടി വന്ന എന്നെയും നിങ്ങളെയും പോലത്തെ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു അനുഭവമുണ്ട്. ആ ചെറുപ്പക്കാരൻ MBBSന്റെ 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം കൂടി ഒരു വീക്കെൻഡിൽ എല്ലാ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളൊക്കെ കൂടി ഒരു ഹാങ് ഔട്ട് തീരുമാനിച്ചു. അവർ പുറത്തുപോയി. അങ്ങനെ പല ആസ്വാദനങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി അവർ ഭക്ഷണം കഴിക്കാനും കൂടിയിരിക്കാനും പാർക്കിൽ ചെന്ന് ഉല്ലസിക്കാനും ബീച്ചിൽ പോയി ആഹ്ലാദിക്കാനും ഒക്കെ ആഗ്രഹിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ രാത്രിയിൽ അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് ആവേശപൂർവ്വം അവരിങ്ങനെ തിരിച്ചു വരാനിരിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, ഇന്നത്തെ നൈറ്റിന്റെ വൈബ് പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ മദ്യപിക്കണം, അതിനുള്ള സൗകര്യം ഉണ്ടാവണം, കഞ്ചാവോ നല്ല ലഹരിയോ ഉപയോഗിക്കണം. നമ്മൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഇനി ഒത്തുകിട്ടില്ല. അത്രമേൽ ചങ്ങാതിമാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു ട്രീറ്റാണ്. കൂട്ടത്തിലുള്ള എല്ലാവരും ആവേശത്തോടെ അതിനെ പിന്തുണച്ചു. കാരണം അവരുടെ ആഗ്രഹമാണ്, പുതിയ കാലത്തെ ക്യാമ്പസിന്റെ വൈബാണ്. വീട്ടുകാരില്ലാത്ത, നാട്ടുകാരില്ലാത്ത, പരിചിതമല്ലാത്ത പുതിയ നാട്ടിലെ ഒരു കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ചിന്തിക്കുന്നതിന് വലിയ അതിശയമൊന്നുമില്ല. ഇന്ന് സ്വാഭാവികമാണ്, സുലഭമാണ്. ആ ചെറുപ്പക്കാരെ കൂടി അതിന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടി മദ്യപിക്കുന്നതിനും ലഹരി ഉപയോഗിക്കുന്നതിനൊക്കെ തീരുമാനിച്ച് അന്നത്തെ രാത്രി പരിപൂർണ കിക്കിൽ അങ്ങനെ സന്തോഷിക്കണമെന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ കാറ്റും കൊണ്ട് ഈ കടപ്പുറത്തിരുന്നോളാം, നിങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളെ കൂടെ ഞാൻ കോളേജിലേക്ക് തിരിച്ചു വരാം. അവർ ചോദിച്ചു, എന്താ പ്രശ്നം, നീ എന്താ വലിയ നല്ല 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 നടപ്പുകാരനാണോ, അവനിങ്ങനെ വലിയ ഈ പുണ്യവാളനാണോ? അങ്ങനെ പല പരിഹാസങ്ങളോടുകൂടിയും അവനോട് ചോദിച്ചു. ആ സുഹൃത്ത് പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ മദ്യപിക്കാറില്ല, എനിക്ക് ലഹരി പറ്റൂല, ഇഷ്ടമില്ല, ഞാനത് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ആ സുഹൃത്തിനോട് അവർ പറഞ്ഞു, ഈ ആണല്ലേ, 21ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്, ഈ 6ാം നൂറ്റാണ്ടിലാണ്. ഇന്ന് മദ്യം ഉപയോഗിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ? നീയൊക്കെ MBBS പഠിച്ചിട്ട് എന്ത് പ്രയോജനമാണ്? അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ അപഹസിക്കാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരൻ അപ്പോഴും ഉറക്കെ പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല, എനിക്ക് പറ്റൂല, ഞാനത് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാവരും കൂടി ഇവനെ പരിഹസിച്ച്, അപമതിച്ച്, അവനെ അവഗണിച്ച് അവിടെ തനിച്ചാക്കിയിട്ട് അവരൊക്കെ പോയി. അങ്ങനെ അവരാഘോഷിച്ചു, ആർമാദിച്ചു, ആനന്ദിച്ചു. പക്ഷെ ഈ സുഹൃത്ത് അവനെ തിരിച്ചു വന്ന് കൂട്ടാൻ പോലും അവരെ മനസ്സുകൊണ്ട് കാണിക്കാതെ അവരവരുടെ പാട്ടിന് പോയി.
ഇവൻ വല്ലാതെ നേരം വൈകിയപ്പോൾ ഒറ്റക്ക് എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് അവൻ കോളേജിലേക്ക് തിരിച്ചെത്തി. പിറ്റേന്ന് രാവിലെ ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ അവൻ്റെ ബെഞ്ചിൽ ഇരിക്കാൻ ആളില്ല. അവന് പോകുന്നിടത്ത് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ ടേബിളിനടുത്ത് ആളുകൾ ഇരിക്കാനില്ല. കാരണം അവൻ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റപ്പെടുത്തിയത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല. അങ്ങനെയൊക്കെ നാടുകളിലൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഭ്രഷ്ട് വേറൊന്നിനുമല്ല, അവരുടെ കൂടെ അവരുടെ വൈബിനോടൊപ്പം ചേരാത്തതിന്, അവരുടെ കൂടെ മദ്യപിക്കാനും ലഹരി ഉപയോഗിക്കാനും രാത്രി ആഘോഷിക്കാൻ ചെല്ലാത്തതിന്, അവരുടെ കൂടെ ഹാങ് ഔട്ടിന്റെ ഏറ്റവും വലിയ ആഘോഷത്തിൽ അവൻ പങ്കാളിയാകാത്തതിന്, അവൻ ഇരിക്കുന്ന ബെഞ്ചിൽ വേറെ ആരും ഇരിക്കാതെ, അവൻ ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിൽ ടേബിളിൽ കൂടെ ആളിരിക്കാതെ അവൻ അങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ്. ആ സുഹൃത്തിന് വല്ലാത്ത വേദനയായി. അവൻ്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ക്യാമ്പസ് മാറണം, എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ല, എനിക്ക് ക്യാമ്പസ് മാറണം. ഈ കൂട്ടുകാരോടൊപ്പം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. വലിയ സമ്പന്നനായ വാപ്പയാണ്. വാപ്പ പറഞ്ഞു, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ സ്ഥാപനത്തിലെ മാനേജ്മെന്റിനെ ബന്ധപ്പെടാം. നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ റാഗിങ്ങോ ഉണ്ട്, ഞാൻ ഇടപെടാം. എന്താ വിഷയം പറയും. മോൻ ഒന്നിട്ടും ഒരു കാരണവും പറയണില്ല, ഒരു പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ഈ ക്യാമ്പസ് ഇഷ്ടമില്ല. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് എന്നെ അറിയാം. അദ്ദേഹം ആ പരിചയത്തിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ മോനോടൊന്ന് സംസാരിക്കൂ, എന്തോ സംതിങ് റോങ്, എന്താണ് വിഷയം എന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ, എന്നോട് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ വിദേശത്തുള്ള സമയത്ത് ഈ സുഹൃത്തിനെ, അദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ ഇരുന്ന് സംസാരിച്ചു. ആദ്യമൊന്നും കാര്യമൊന്നും പറഞ്ഞില്ല. ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദെയർ, എനിക്ക് മാറിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവനോട് അടുത്തിരുന്ന് സംസാരിച്ച് പിന്നെയും ഞാൻ ഇവൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവർ ഈ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സർ, നിങ്ങളൊന്ന് ആലോചിച്ചു, യു ജസ്റ്റ് അസ്യൂം ഇരിക്കുന്ന ക്ലാസ്സിലെ ബെഞ്ചിൽ കൂടെ കുട്ടികൾ ഇരിക്കാത്ത ഒരു അന്തരീക്ഷം, കഴിക്കുന്ന ക്യാൻറ്റീനിലെ ഇരിക്കുന്ന ടേബിളിൽ കൂടെ സുഹൃത്തുക്കൾ വന്നിരിക്കാത്തൊരവസ്ഥ, കണ്ടാൽ എന്തോ ഒരു തെറ്റുകാരനെ പോലെ ആളുകൾ കളിയാക്കിച്ചിരിക്കുന്ന ഒരവസ്ഥ, ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് പോലും എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി, എന്നെക്കുറിച്ച് വളരെ മോശം ചിത്രമുണ്ടാക്കി ആളുകളൊക്കെ എന്നെ പരിഹസിക്കുന്ന രംഗം. പിന്നെ എങ്ങനെ സർ ഞാൻ അവിടെ പഠിക്കുക, എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ വലിയ സങ്കടം തോന്നി, വലിയ പ്രയാസം തോന്നി. ഇവൻ്റെ വിഷയം ഇത് കേട്ടപ്പോൾ എനിക്ക് അവനോട് ചോദിക്കാൻ തോന്നിയത്, ഈ പ്രശ്നത്തിനെ പരിഹരിക്കുന്നതിന് മുമ്പ് എൻ്റെ കൗതുകം ഇതായിരുന്നു. ഞാൻ ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കണ്ടിട്ടുണ്ട്, നേരെ തിരിച്ചുള്ളത്. ഇത്തരം ആഘോഷങ്ങളിലെല്ലാം പെട്ടുപോയി നശിച്ചുപോയ ചെറുപ്പക്കാരുടെ ഒരുപാട് കൗൺസിലിംഗ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു, നീ പഠിച്ച എന്തെങ്കിലും, അല്ലെങ്കിൽ നീ ശീലിച്ച എന്തെങ്കിലുമൊക്കെ ആത്മീയമായ അനുഭവങ്ങൾ കൊണ്ടോ ആരുടെയെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നിയത്? എൻ്റെ വാപ്പ ഒരു കച്ചവടക്കാരനാണ്, വലിയ മതമേഖലയിലോ ധാർമ്മിക മേഖലയിലോ ജീവിക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല, വലിയ മോഡേൺ കുടുംബമാണ്. അങ്ങനെ വലിയ ഇസ്ലാമികമായ ലക്ഷണങ്ങളൊക്കെ അതിലൊക്കെ പ്രദർശിപ്പിക്കുന്ന, ആ അർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു ട്രഡീഷണൽ ഫാമിലിയൊന്നും അല്ലല്ലോ. ഗൾഫിൽ വളർന്നൊരു മോനാണ്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും നിനക്കുണ്ട്, പണമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. പിന്നെ നിനക്ക് എങ്ങനെ തോന്നി മദ്യപിക്കാതെ, ലഹരി ഉപയോഗിക്കാതെ ഇങ്ങനെ ഈ കൂട്ടുകാരോട് നോ പറയാൻ? ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു വല്ലാത്തൊരു വാക്കുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ പറയാനുള്ളത് അതാണ്. അവൻ പറഞ്ഞു, എൻ്റെ വാപ്പയെ എനിക്കറിയാം, എൻ്റെ ഉമ്മയെ എനിക്കറിയാം. ഞാൻ ഈ ഭൂമിയിൽ കണ്ട ഏറ്റവും പാവങ്ങളായ നല്ല മനുഷ്യരാണ് എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ അയ്യേന്ന് തോന്നുന്ന ഒരു സംഗതി എൻ്റെ വാപ്പ ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മ ഒരിക്കലും മോശം എന്ന് പറയുന്ന ഒരു സ്വഭാവം ഞാൻ എൻ്റെ ഉമ്മയിലും കണ്ടിട്ടില്ല. രണ്ടുപേരും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ മൂത്ത മോനാണിത്, അള്ളാഹു ഇവനെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഇവനാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷ. വരുന്നവരോടൊക്കെ പറയും, ഈ മോനാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിങ്ങനെ പറഞ്ഞ് ആവേശത്തോടെ എപ്പോഴും പറയും. ഞാനതിങ്ങനെ കേൾക്കാറുണ്ട് ചെറിയ പ്രായം മുതൽ. എൻ്റെ ഉപ്പ എപ്പോഴെങ്കിലൊക്കെ പലപ്പോഴൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ടൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മലയാളത്തിൽ എൻ്റെ വാപ്പ പറയും, എൻ്റെ മോനാണ് എൻ്റെ പ്രതീക്ഷ, പടച്ചോനെ എല്ലാ അർത്ഥത്തിലും അവനെ നീ നേർവഴിയിലാക്കണം, അവനെ ഈ രക്ഷപ്പെടുത്തണേ. ഇതൊക്കെ ഞാൻ കണ്ടും കേട്ടും വളർന്നതാണ്. എൻ്റെ വാപ്പ എന്നെ സ്കൂളിനെ MBBS വേണ്ടി 14 കൊല്ലം ഗൾഫിൽ പഠിച്ച എന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരൊറ്റ ഉപദേശം പറഞ്ഞു, മോനെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വാപ്പനോട് പറയാം, ഒരു കുറവും നിനക്ക് വരില്ല, നിനക്ക് ആവശ്യമുള്ളതൊക്കെ വാപ്പ തരും. പക്ഷേ 2 കാര്യം, ഒന്ന് നീ ദൂർത്തടിച്ച് മോശമാവരുത്, 2 വാപ്പാക്ക് വേറൊരാളുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു പണിയോ ചെയ്യരുത്. ഈ 2 കാര്യം വാപ്പ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എങ്ങനെ വേണമെങ്കിലും നീ ആഘോഷിച്ചു, നീ എന്നോട് ചോദിക്കുന്ന ഒരു സംഗതിക്ക് എന്തിനാന്ന് പോലും ഞാൻ ചോദിക്കില്ല, നീ ചോദിക്കുന്ന പൈസയൊക്കെ ഞാൻ തരും. പക്ഷേ ഈ 2 കാര്യം വാപ്പനോട് പ്രോമിസ് ചെയ്യണം. ഞാൻ എൻ്റെ വാപ്പൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച്, ഇല്ല വാപ്പ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മവും വെച്ച് ഈ MBBS സ്ഥാപനത്തിലേക്ക് പഠിത്തം തുടങ്ങി വന്നവനാണ് ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എനിക്ക് വലിയ ദീനി വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ട്യൂഷൻ കിട്ടിയിട്ടാണ് എന്നെ മദ്രസയും ദീനും ഖുർആനൊക്കെ പഠിപ്പിച്ചു തന്നത്, അതും ഗൾഫിൽ. അങ്ങനെ ട്യൂഷന് വെച്ചിട്ട് വാപ്പ ആളെ വെച്ച് പഠിപ്പിച്ചതെന്നാണ്. വേറെ വലിയ സൗകര്യങ്ങളൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട മകൻ ആ ഒരൊറ്റ വാപ്പയുടെ, ഉമ്മയുടെ, കുടുംബത്തിന്റെ സൽപ്പേര്, അവർ ഞാൻ കാരണം നാളെ ഒരാളുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരരുത് എന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഉറപ്പിലാണ് ആ കുട്ടി ആ പ്രശ്നത്തിന്റെ മുന്നിൽ, ആ വലിയ വൃത്തികേടുകളുടെ മുന്നിൽ ചെയ്യില്ല എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്.
ഞാനും നിങ്ങളും ഈ പുതിയ ലോകത്ത് ജീവിക്കുമ്പോൾ ഇത്ര വലിയതൊന്നുമല്ല. ചെറിയ ചെറിയ തെറ്റുകൾക്ക് മുന്നിൽ പോലും നമുക്ക് നോ പറയാൻ പറ്റാറില്ലല്ലോ കൂട്ടുകാരെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പാടില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ എത്ര വലിയ വിശ്വാസം വേണം, എത്ര വലിയ ധാർമ്മികത വേണം, എത്ര വലിയ ആത്മീയമായ ഉശിര് വേണം. ആ ഉശിര് നമ്മളൊക്കെ വലിയ ദീനി വിദ്യാഭ്യാസവും അറിവും അനുഭവങ്ങളും ഒക്കെ നേടിയ നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു വിശാലമായ ബോധത്തെ, അങ്ങനെ ഒരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്? ആ കഴിയാതെ പോകുന്നതിന്റെ പ്രശ്നത്തിനാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. ആ കുട്ടിക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്കവനെ ആ വിഷയം അതവനെ പറഞ്ഞ ഉടനെ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഇതൊക്കെ ചെയ്തത് ഈ സത്യത്തിന് വേണ്ടിയാണ്, നന്മക്ക് വേണ്ടിയാണ്, വാപ്പക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. ആ പരിഹാരം എന്താണെന്നറിയോ? അതേ ക്ലാസ്സിൽ ഇനിയൊരു 3 കൊല്ലക്കാലം നിന്റെ ഹൗസ് സർജൻസി ഉൾപ്പെടെ അതേ കൂട്ടുകാരോടൊപ്പം നീ പൂർത്തിയാക്കണം. എന്നിട്ട് നീ ഒരു ചലഞ്ച്, നീ ഒരു സ്വീറ്റ് റിവെഞ്ച് നീ കാണിക്കണം. മറ്റൊന്നുമല്ല, ഇങ്ങനെ ജീവിച്ചിട്ടും എനിക്കൊരു മോശവും വന്നിട്ടില്ല. ഇങ്ങനെ ഇതിനോടെല്ലാം നോ പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പോയത്തക്കാരനോ ഒരു 6ാം നൂറ്റാണ്ടുകാരനോ ആയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരു വിജയവും ഒരു വിജയവും എനിക്ക് നേടാൻ പറ്റാതായിട്ടില്ല. എന്നല്ല, അന്ന് ഇതിനെയെല്ലാം പരിഹസിച്ചിട്ട് എല്ലാ തിന്മകൾക്കും വൃത്തികേടുകൾക്കും കൂടെ നടന്ന പല കൂട്ടുകാരെയും നിനക്ക് കാണാൻ കഴിയും. നീ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് അവർ അഡിക്റ്റായി, ലഹരിക്ക് അടിമപ്പെട്ട്, വൃത്തികേടുകൾക്കിരയായി, പല കെണിയിലും പെട്ട് അവരുടെ കോഴ്സ് നീ പൂർത്തിയാക്കുന്നത് പോലെ സന്തോഷത്തോടെ പൂർത്തിയാക്കാൻ കഴിയാത്ത കൂട്ടുകാരെ നീ അതിൽ കാണും. അതുകൊണ്ട് നീ ഒളിച്ചോടുന്നത് വലിയ അബദ്ധമാണ്. നിന്റെ വാപ്പനോടാണ് നിനക്ക് മതിപ്പെങ്കിൽ, ഉമ്മയോടാണ് സ്നേഹമെങ്കിൽ, കുടുംബത്തോടാണ് നിന്റെ കടപ്പാടെങ്കിൽ, ആ ഉശിരുള്ള ഒരു അതേ പാരമ്പര്യത്തെ മനസ്സിൽ നിർത്തി നീ അവരുടെ ഇടയിൽ നിന്ന് ഒറ്റക്ക് പൊരുതി കൂട്ടുകൂടി നന്മ എന്തെന്ന് കാണിച്ചു കൊടുത്ത് ആ ചെറുപ്പക്കാരുടെ മുന്നിൽ നീ ഒരു പരിഹാരമായി മുന്നിൽ നിൽക്കണം. എന്നെ കൊണ്ട് അറിയാവുന്നത് പോലെയൊക്കെ ഞാൻ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കുറഞ്ഞ നേരം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സർ ഐ ആം റെഡി ടു ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ എടുക്കാൻ റെഡിയാണ്. പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രതിസന്ധി വന്നാൽ ഞാൻ വിളിക്കും. അപ്പോഴൊക്കെ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ വല്ലാതെ ഡൗൺ ആയാൽ ഞാൻ തീരുമാനിക്കും ഇങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കും. അവന് ഡോക്ടറേറ്റ് കഴിഞ്ഞു, MD കഴിഞ്ഞു, സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞു. ഇന്നൊരു വലിയ സ്ഥാപനത്തിൻ്റെ വലിയ ഒരു ബിസിനസ് മേഖലയിലെ വലിയ പദവിയിൽ ജോലി ചെയ്യുന്ന, അതിന് നടത്തിക്കൊണ്ടുപോകുന്ന വലിയ ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ചെറുപ്പക്കാരനെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാ അറിയുന്നവരും സുഹൃത്തുക്കളൊക്കെ പറയുന്ന ഒരു വാക്ക്, നമ്മളെ മക്കൾ ഇവനും ഈ കുട്ടിയെ പോലെ ആകണമെന്ന് ഞങ്ങൾ പലപ്പോഴും അവനോട് ഇടപെടുമ്പോൾ മക്കളോട് പറയാറുണ്ട്. ആ മകനെ ഞങ്ങൾക്ക് വലിയ കൗതുകമാണ്. എങ്ങനെയാണ് അത്ര വലിയ തറവാട്ടിൽ പിറന്ന, അത്ര വലിയ സൗകര്യത്തിൽ പിറന്ന ഒരു മകൻ എങ്ങനെയാണ് ഇത്രമേൽ മാതൃകയായി ജീവിക്കാൻ കഴിയുന്നത്? കോളേജിലൊക്കെ അവനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഇതേ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ബാച്ചിലുള്ള പലരും പോലീസ് കേസുകളിലടക്കം അകപ്പെട്ട്, പല പ്രതിസന്ധികളിലും അകപ്പെട്ട് അവരുടെ കരിയർ പൂർത്തിയാക്കാൻ കഴിയാതെ പോയവരാണ്. അവസാനം അവരുടെ ഫെയർവെൽ സമയത്ത് അവൻ എന്നോട് പറഞ്ഞു ഏറ്റവും ഹൃദ്യമായൊരു വാക്ക്. ഫെയർവെൽ സമയത്ത് ആ ക്ലാസ്സിലെ പെൺകുട്ടികൾ പറഞ്ഞു അത്രേ, വൺ ഓഫ് ദ നൈസ് ജെന്റിൽമാൻ വി എവർ സീൻ ഇൻ അവർ കരിയർ. ഞങ്ങൾ ഇത്ര കാലത്തെ കരിയറിൽ ഞങ്ങൾ കണ്ട ഏറ്റവും അന്തസ്സുള്ള ഒരു മനുഷ്യ, ഒരു ആൺകുട്ടിയാണ് ഈ ചെറുപ്പക്കാരനെന്ന് ഫെയർവെല്ലിൽ അവനെ കുറിച്ച് പറഞ്ഞു അത്രേ. അത് കേട്ടിടോ പറഞ്ഞു, സർ ആ സാധനം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. എവിടെ പോയാലും ആ നൈസ് ജെന്റിൽമാൻ എന്ന് എന്നെ പറ്റി എൻ്റെ ഒരു ഫെയർവെല്ലിൽ വേറൊരു സ്റ്റേറ്റിലുള്ള ഒരു പെൺകുട്ടി വന്ന് അവിടുത്തെ ഒരു അധ്യാപകരുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ അതെനിക്ക് ആ 4 കൊല്ലം അനുഭവിച്ച എൻ്റെ ഒറ്റപ്പെടലിനുള്ള ഒരു പരിഹാരമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെറിയ ചെറിയ ആഘോഷങ്ങൾക്ക് മുന്നിൽ നോ പറയാനുള്ള കരുത്തില്ലാത്തവരാണ്. നമ്മൾ ചെറിയ ചെറിയ ഒരു വ്യതിയാനങ്ങൾക്ക് മുന്നിൽ അറിയാതെ പെട്ടുപോകുന്നവരാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മദ്രസകൾ കൊളുത്തി വെച്ച ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചില നിമിഷങ്ങളിൽ ആ നോയ് പറയാനും, അരുതെന്ന് പറയാനും, പാടില്ലെന്ന് പറയാനും, ഞാനതിനില്ല എന്ന് പറയാനുമുള്ള നിശ്ചയദാർഢ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. ആ നിശ്ചയദാർഢ്യമുള്ളവർക്കുള്ളതാണ് നാളെ എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ ലോകത്തും എല്ലാം നേടാൻ കഴിയില്ല. ചിലർക്കൊക്കെ ചിലതിനോട് നോ പറയാൻ കഴിയണം. അവർ ലോകത്തെ ജയിക്കും, അവർ സമൂഹത്തെ നയിക്കും, അവർ കാലത്തെ അതിജയിക്കും. ആ ലോകത്തിന്റെ പരമാവധി ഉയരങ്ങളിലേക്ക് അവർക്ക് വളരാൻ കഴിയും. അങ്ങനെ വളരുന്ന അപരിമേയമായ നന്മയുടെ പ്രതീകങ്ങളായി ആ ചെറുപ്പക്കാർ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന, സമൂഹത്തെ നിർവചിക്കുന്ന, മനുഷ്യ സമൂഹത്തിന് മാതൃകയാകാൻ കഴിയുന്ന ഒരു നല്ല ഒരു ക്രിയേറ്റീവായ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ജനറേഷൻ ആവാൻ നമുക്ക് കഴിയുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്. 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നിതാണ്, നിങ്ങൾ ചാലഞ്ച് ചെയ്യാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മളും അതിൽ പെട്ടുപോവുകയല്ല. ആ പ്രശ്നങ്ങൾക്ക് ഞാനൊരു പരിഹാരമാണെന്ന് പറയാൻ കഴിയുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവുക.
എന്റെ ജീവിതത്തിൽ എന്തേതെല്ലാം വൃത്തികേടുകൾ വന്നാലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ കഴിയുന്ന ആത്മീയമായ ഉണർവുണ്ടാവുക, ധാർമ്മികമായ ഒരു ശക്തി ഉണ്ടാവുക. ആ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് നമുക്ക് മറ്റെന്തിനേയും അതിജയിക്കാൻ കഴിയുന്ന അപാരമായ ഈമാനികമായ ഒരു സ്പിരിറ്റ് ഉണ്ടാവുക. മദ്രസകൾ സൃഷ്ടിക്കുന്ന തർബിയത്ത് എന്ന് പറയുന്നത് അതാണ്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മയാണ്. അല്ലാതെ പ്രവാചകർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അഖദ് റബ്ബനി അല്ലാഹ് ഫഹസന തർബിയതി. എനിക്ക് എന്റെ എല്ലാ പരിചരണങ്ങളും പരിശീലനങ്ങളും നൽകിയത് പരമകാരുണികനായ അല്ലാഹുവാണ്. എനിക്ക് തർബിയത്ത് നൽകിയത്. അതുകൊണ്ട് ഫഹസിനു തർബിയത ഔലാദിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മക്കളുടെ തർബിയത്ത് നന്നാക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ മദ്രസകളിൽ നിന്ന് നമ്മൾ പഠിച്ച വിവരങ്ങൾ ഒരുപക്ഷെ നമ്മൾ മറന്നുപോയേക്കാം. പക്ഷെ മദ്രസകളിൽ നിന്ന് കിട്ടുന്നത്, സ്കൂളുകളിൽ നിന്ന് പലപ്പോഴും കിട്ടാത്തത് ഈ തർബിയത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എങ്ങനെ മിണ്ടണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ എഴുന്നേൽക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഇത്യാദി നന്മകളെല്ലാം മനുഷ്യ സമൂഹത്തോട് പറയുന്ന ഒരിടമാണ് മദ്രസ. ആ മദ്രസയുടെ പ്രൗഢിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിറവ്. തർബിയത്തിന്റെ വസന്തമാകണം നമ്മുടെ ജീവിതം. അപ്പോഴേ തസ്കിയത്തിന്റെ വിശാലതയുമായ നന്മയും ചൈതന്യവും നമ്മുടെ ജീവിതത്തിൽ വരും. തസ്കിയത്ത് ഉണ്ടാക്കാൻ കഴിയാത്ത ഒന്നാണ്. തർബിയത്ത് ഉണ്ടാകുമ്പോൾ തസ്കിയത്ത് സംഭവിക്കലാണ്. തസ്കിയത്ത് എന്ന് പറയുന്ന ഒരു സംഗതി എനിക്കൊരു കോഴ്സിന് പോയിട്ട് വാങ്ങാനൊന്നും കഴിയില്ല. പക്ഷെ തർബിയത്ത് ഒരു ഗുരുവിന്റെ കൂടെ, ഒരു നല്ല കൂട്ടുകെട്ടിന്റെ കൂടെ, ഒരു നല്ല വീടിന്റെ കൂടെ, നല്ല രക്ഷിതാക്കളുടെ കൂടെ, നല്ല ചെറുപ്പക്കാരുടെ കൂടെ, നല്ല അധ്യാപകരുടെ കൂടെ, നല്ല മനുഷ്യരുടെ കൂടെ, സ്വാലിഹ്യങ്ങളുടെ കൂടെ, അങ്ങനെയുള്ള സുഹബത്തിലൂടെയെല്ലാം ഈ തർബിയത്ത് സാധ്യമാണ്. ആ തർബിയത്തിലൂടെ നമ്മളിങ്ങനെ ജീവിച്ച് വെളിച്ചം നേടുമ്പോൾ നമ്മുടെ ജീവിതം അറിയാതെ തസ്കിയത്തിന്റെ വിശാലതയിലേക്ക് അങ്ങനെ പോകും. ആ തസ്കിയത്ത് നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് ആരുടേതാണ് നാളെ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ പറയാനുള്ളൂ. മൊറാലിറ്റിയുള്ള, വാല്യൂസ് ഉള്ളവരുടേതാണ് നാളെ. ഇന്നത്തെ ലോകം തന്നെ അങ്ങനെയാണ്. എത്തിക്കൽ ബിസിനസ്, എത്തിക്കൽ ഹാക്കിംഗ്. പുതിയ കാലത്ത് ഹാക്കിങ്ങിൽ പോലും എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. എല്ലാം എത്തിക്സ് ആണ്. ലോകത്ത് എത്ര എത്തിക്സ് ഇല്ലാത്ത ലോകത്തും നിങ്ങൾക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തെ അതിജയിക്കുമെന്നതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. അങ്ങനെ അതിജയിക്കുന്ന നന്മകളാണ് ലോകത്തിന്റെ മുന്നിൽ നെറുകയിൽ അഭിമാനത്തോടെ വളരാൻ കഴിയുക. നിങ്ങൾ വാല്യൂ ഉള്ള മനുഷ്യരായാൽ നിങ്ങൾ ഏത് പ്രതിസന്ധികളെയും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. നമ്മുടെ കൈവെള്ളയിൽ കിടന്നിട്ട് ലോകത്തിന്റെ എല്ലാ സാധ്യതകളെയും നാളെയുടെ ടെക്നോളജിയെയും നിങ്ങൾ അനുഭവിക്കുന്ന ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വലിയ ലോകമില്ലേ? ആ ഗൂഗിൾ എന്ന് പറയുന്ന ലോകത്തെ ആരാ നിയന്ത്രിക്കുന്നത്? ഇന്ന് ലോകത്ത് ആരാണ് അതിന്റെ അമരക്കാരൻ? ആരാണ് അതിന്റെ ഒരു ചാമ്പ് എന്ന് പറഞ്ഞതിനെ നയിക്കുന്നത്? നമ്മുടെ ഇന്ത്യക്കാരനായ, തമിഴ്നാട്ടുകാരനായ, ഒരു സാധാരണ ഗ്രാമീണ സ്വദേശിയായ ഒരു മനുഷ്യനല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവായ പ്രൊഫഷണൽ ആരാ? വൺ ഓഫ് ദി മോസ്റ്റ് പെയ്ഡ് പ്രൊഫഷണൽ ഇൻ ദി ഹോൾ വേൾഡ്. ഈ ലോകത്തിന് മുഴുക്കെ ഏറ്റവും മിനിറ്റുകൾക്ക് കോടികൾ വില വാങ്ങുന്ന സമ്പന്നനായ പ്രൊഫഷണലായ മനുഷ്യനാരാ? ഈ ഗൂഗിളിന്റെ സിഇഒ ആണ്. അദ്ദേഹമാണ് സുന്ദർ പിച്ചൈ എന്ന് പറയുന്നത്. ആ സുന്ദർ പിച്ചൈ ഏത് നാട്ടുകാരനാ? ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിൽ എവിടെയാ? തമിഴ്നാട്ടുകാരനാണ്. തമിഴ്നാട്ടിൽ എവിടെയാ? ഒരു ഗ്രാമപ്രദേശത്താണ്. സാധാരണക്കാരായ കൂലിപ്പണിക്കാരുടെ മകനാണ്. ഇന്ന് ടെക്നോളജിയുടെ അതിന്റെ ഏറ്റവും വലിയ അതിന്റെ അമരത്തിരുന്ന്, ലോകത്തെ നെറുകയിലിരുന്ന് ഗൂഗിള് പോലൊരു സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ ടെക്നോളജിയുടെ നാളെയുടെ സംവിധാനത്തിന്റെ അമരത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്: എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും നല്ല പാഠം എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞ കടമയാണ്, കടപ്പാടാണ്. നിങ്ങളറിയോ, IIT ഖരഗ്പൂർ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പഠിച്ചു പുറത്തിറങ്ങി. അന്ന് എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. പെൻസിൽവാനിയയിൽ പുറത്തു പോകാൻ, വിദേശത്തേക്ക്, അമേരിക്കയിലേക്കൊക്കെ പോകാൻ. ഉപരിപഠനത്തിന് മുഴുവൻ ചെലവും ആ യൂണിവേഴ്സിറ്റി വഹിക്കും. ആകെ ഞാൻ ചെയ്യേണ്ടത് ഈ നാട്ടിൽ നിന്ന് അവിടത്തേക്ക് പോകാനുള്ള വിമാനത്തിന്റെ ചെലവ് മാത്രമേ ഞാൻ കണ്ടെത്തേണ്ടതുള്ളൂ. എൻ്റെ വീട്ടിൽ വന്ന ആവേശത്തോടെ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പുറത്തു പോയി പഠിക്കാൻ സൗകര്യമായി എല്ലാ ചെലവും യൂണിവേഴ്സിറ്റി എടുക്കും, സ്കോളർഷിപ്പാണ്. ആകെ എനിക്കുള്ളൊരു ചെലവ് ഇവിടെ നിന്ന് അവിടത്തേക്ക് പോകാനുള്ള ടിക്കറ്റിന്റെ ചെലവാണ്. അച്ഛൻ ചോദിച്ചു, മോനെ എത്രയാകും ടിക്കറ്റിന്റെ ചെലവ്? ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ കണ്ണ് നിറച്ചിട്ട് പറഞ്ഞു, 1 കൊല്ലം ഞാൻ പണിയെടുത്താലും മോനെ എനിക്കത് വാങ്ങിത്തരാൻ കഴിയില്ല. 1 കൊല്ലം പണിയെടുത്താലും എനിക്ക് നിനക്കൊരു ടിക്കറ്റ് എടുത്തു തരാനുള്ള വരുമാനം എൻ്റെ കയ്യിലില്ല. ഇത്ര സാധാരണമായൊരു കുടുംബം. ആ സുന്ദർ പിച്ചൈ IIT ഖരഗ്പൂരിൽ വന്നപ്പോൾ എക്സെപ്ഷനലി ടാലന്റഡ് ആയ ആയിരക്കണക്കിന് IITiansന്റെ മുന്നിൽ നിന്ന് പറഞ്ഞൊരു വാക്കാണ്. നിങ്ങളറിയോ, ഞാൻ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും വളരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു മുറിയും ഒരു ചെറിയ താഴെ, ആ മുറിയുടെ താഴെ ഒരു ചെറിയ കട്ടിലിൽ അച്ഛനും അമ്മയും മുകളിൽ കിടന്ന്
ഞങ്ങൾ താഴെ വിരിപ്പ് വിരിച്ച് കിടന്നവരാണ്. എന്നിട്ടൊരു പുതപ്പ് അത് രണ്ടും ഇങ്ങനെ കെട്ടിയിട്ട് രണ്ടിൻ്റെ അറ്റം കെട്ടി ഞാനും എൻ്റെ ഏട്ടനും പുതച്ചുറങ്ങിയതാണ്. ഞങ്ങൾ അത്ര ഇല്ലായ്മയിൽ നിന്ന് വന്നതാണ്. പക്ഷെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ജീവിതത്തിൽ തന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ധാർമ്മികതയുണ്ട്, മൂല്യമുണ്ട്. ലോകത്തിന്റെ നെറുകയിൽ ഇങ്ങനെ വിരാജിക്കുമ്പോഴും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും നന്മയും അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള മൂല്യവും. ദാറ്റ്സ് ദി ഫൗണ്ടേഷൻ ഓഫ് മൈ ലൈഫ്. എൻ്റെ ഹോൾ ലൈഫിലെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ലോകത്തെ നയിക്കാൻ, ലോകത്തെ ജയിക്കാൻ, ദരിദ്ര കുടുംബത്തിൽ നിന്ന്, ദരിദ്ര തറവാട്ടിൽ നിന്ന് വളർന്നു വന്നൊരു ചെറുപ്പക്കാരൻ. നമ്മളൊക്കെ അവരെ അപേക്ഷിച്ച് എന്തെല്ലാം ഭാഗ്യമുള്ളവരാണ്, എന്തെല്ലാം സൗകര്യമുള്ളവരാണ്. നമ്മളെ വാപ്പാർ എന്തിൻ്റെ കുറവാണ് നമുക്ക് വരുത്തുന്നത്? പണ്ടത്തെ കാലത്തെ തലമുറക്ക് ഭക്ഷണം കിട്ടാത്ത വിശപ്പായിരുന്നു. നമ്മൾ അനുഭവിക്കുന്ന ആകെയുള്ള വിശപ്പ് എന്താ? വൈഫൈ ഇല്ലാത്ത വിശപ്പല്ലേ, ഇന്റർനെറ്റ് ഇല്ലാത്ത വിശപ്പല്ലേ? അതിങ്ങനെ കറങ്ങി കളിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമല്ലാത്ത വേറെ എന്ത് പ്രയാസം നമ്മൾ അനുഭവിച്ചത്? നെറ്റ്വർക്ക് കിട്ടാത്ത സമയത്ത് ഫോൺ ഇങ്ങനെ കുലുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയല്ലാതെ വേറെ എന്ത് അസ്വസ്ഥതയാ നമ്മൾ കണ്ടത്? ഭക്ഷണം കൂടിയതിന്റെ പ്രശ്നമല്ലേ? നമുക്ക് എന്ത് പ്രയാസമുള്ളത്? പണ്ട് നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്ന് വീട്ടിൽ പോകണമെങ്കിൽ 1 രൂപയും 2 രൂപയും 3 രൂപയും ഒക്കെ കയ്യിൽ കൊടുത്ത് ഏറിയാൽ 5 രൂപ കൊടുത്ത് പോയി അടിച്ചു പൊളിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞിരുന്നൊരു കാലം 5, 10, 15 വർഷക്കാലം മുമ്പ് ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിൽ 500 രൂപ തന്നാൽ വാപ്പന്റെ മുഖത്തിങ്ങനെ നോക്കും, ഇതുകൊണ്ട് എന്താക്കണം? ഒരു അൽഫാം തികയൂലല്ലോ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ്? നമ്മളൊരു 1000 എന്താ വാപ്പ? കാരണം 1000 ഉറുപ്പ്യ തന്നാലേ ഇന്ന് നമുക്കൊരു ചെറിയ ഒരു ട്രീറ്റ് വരെ നടക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. കാരണം എന്താ? ഒരു മിൽക്കി ബാർ വാങ്ങാൻ 150 രൂപ 200 രൂപ വേണം. കാരണം നമ്മൾ ആ ചെറുതൊന്നും വാങ്ങൂലല്ലോ, അതിൻ്റെ ഏറ്റവും മാസ്റ്ററേ വാങ്ങുള്ളൂ. നമ്മളൊരു ജ്യൂസ് സാധാരണ ഒന്നും കുടിക്കൂലല്ലോ, അത് ഏറ്റവും നല്ല കഫേ പോയിട്ട് 250 കോഫിയെ കുടിക്കൂ. കാരണം എന്താ വെച്ചാൽ അതൊരു തലമുറയാണ്. കാരണം നമ്മൾ ഇന്നത്തെ ഒരു പുതിയ കാല തലമുറയുടെ നമുക്ക് വേണ്ടത് ചായനേക്കാളും വേണ്ടത് വൈബാണ്. വൈബ് ചായ കുറഞ്ഞാലും കുഴപ്പമില്ല, വൈബ് കൂടണം എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയല്ല നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ വൈബുള്ള പീടികയിൽ പോയിട്ട് ചായ കുറച്ച് കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. ചില സുഹൃത്തുക്കളൊക്കെ ചില കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് മുന്നിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. ഓരോ മണിക്കൂർ കഴിഞ്ഞാൽ കോഫീൻ്റെ ഒരു കാല് പോലും കുടിച്ചിട്ടുണ്ടാവില്ല. ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചു, ചങ്ങാതി ഈ കോഫിക്ക് 10-250 രൂപയല്ലേ, ഈ ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഒരു കാൽ ഭാഗം പോലും കുടിച്ചിട്ടില്ല. അവനോട് പറഞ്ഞു, എനിക്ക് കയ്പ് തീരെ സഹിക്കൂല സാർ എന്നാണ്, ഈ സാധനം തീരെ ഇഷ്ടമില്ല. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ഓർഡർ ചെയ്ത്? ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കോഫിയൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വൈബാണ്. അതൊരു ആൾക്കാരുടെ മുന്നിൽ ഒരു വല്ലാത്തൊരു സ്പിരിറ്റാണ്. സാധുക്കൾ ആ വൈബിന് വേണ്ടി കഷ്ടപ്പെട്ട് ഈ കയ്പുള്ള കോഫി കുടിച്ച് കഷ്ടപ്പെടുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് അറിയുകൾ. അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ തലമുറയുടെ വൈബാണ്. കുറ്റം പറയാൻ പറ്റൂല, അങ്ങനെ ജീവിക്കാൻ പറ്റൂ, അങ്ങനെ അവർ പുതിയ കാലത്ത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയിൽ നമുക്കെന്ത് കുറവുള്ളത്? നമുക്കൊരു കുറവില്ല. നമുക്ക് സമൃദ്ധിയാണ് നമ്മുടെ ദാരിദ്ര്യം. സൗകര്യം കൂടിയതാണ് നമ്മുടെ പ്രശ്നം. വീട്ടിലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. കഴിക്കുന്നതിൻ്റെ പ്രശ്നമല്ല, ഇല്ലാത്തതിൻ്റെ പ്രശ്നമല്ല. നീ എന്താ കഴിക്കാത്തത് എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ എപ്പോഴും കഴിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള ചോദ്യം. സമൃദ്ധി എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ പ്രശ്നം പണ്ട് പെരുന്നാളിന്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അടുത്തടുത്ത് വന്നതായിരുന്നു പഴയ തലമുറയിലെ പ്രശ്നം. അപ്പോൾ വലിയ പെരുന്നാൾ വരുമ്പോൾ മക്കൾ പറയും, അപ്പോൾ വാപ്പ പറയും, ചെറിയ പെരുന്നാളിന് എടുത്തല്ലടാ, 1.5 മാസമായിട്ടില്ലുള്ളൂ, 2 മാസമായിട്ടില്ലുള്ളൂ, അതുപോലെ. അങ്ങനെ ചെറിയ പെരുന്നാളിന്റെ കുപ്പായം എങ്ങനെ വലിയ പെരുന്നാളിന് ഇട്ടിട്ട് പള്ളിയിൽ പോകുമെന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആശങ്കയുണ്ടായിരുന്നത്. ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ചത്തെ കല്യാണത്തിന് ഇട്ടതെങ്ങനെ അടുത്ത ഞായറാഴ്ച ഇടുമെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഒരു കല്യാണത്തിന് എന്നോടൊരു വളരെ ആ സ്റ്റാറ്റസിൽ വന്ന സാധനം എങ്ങനെ പിന്നെ ഇട്ടിട്ട് പോവുക, അതുകൊണ്ട് 2ാമത്തെ സ്റ്റാറ്റസിൽ ആ കുപ്പായം പറ്റൂല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ സ്റ്റാറ്റസിലും പുതിയ കുപ്പായം വേണം, പുതിയ ഡ്രസ്സ് വേണം, പുതിയ കണ്ണട വേണം, പുതിയ സൗകര്യങ്ങൾ വേണം, എല്ലാം അങ്ങനെയാണ്. അങ്ങനെ മാറുന്ന ഒരു കാലത്തും ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തെറ്റൊന്നുമല്ല, മനുഷ്യന് സൗകര്യം കൂടിയതാണ്, സംവിധാനങ്ങൾ കൂടിയതാണ്. പക്ഷേ ഈ സംവിധാനങ്ങൾ കൂടുമ്പോഴും എല്ലാ അർത്ഥത്തിലും നമ്മൾ വളരുമ്പോഴും നമ്മളിൽ വേര് പിടിക്കേണ്ട ഒരു മൂല്യമുണ്ട്. ആ മൂല്യമാണ് ഞാനീ പറഞ്ഞ മൊറാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ തലമുറകൾ കഴിവിൻ്റെ അപാരമായ സാധ്യതകളിലേക്ക് വളരുമ്പോഴും നമ്മൾ ആ അർത്ഥത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവരാകണം. അതിനുള്ള 2ാമത്തെ ക്വാളിറ്റി ഒന്ന് മൊറാലിറ്റി ആണെങ്കിൽ 2ാമത്തത് കോമ്പിറ്റൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. സുന്ദർ പിച്ചൈ എന്തുകൊണ്ട്? സുന്ദർ പിച്ചൈക്ക് അങ്ങനെ ജീവിക്കാം, കാരണം അദ്ദേഹം കോമ്പിറ്റന്റ് ആണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് ഈ സമൂഹത്തെ അതിജയിച്ച് പോകാനുള്ള കൽപ്പും കരുത്തുമുള്ള ചെറുപ്പക്കാരനാണ്. നമ്മൾക്കും അങ്ങനെ ആകാം. നമുക്കും ഒരു ഏതു വല്ലായ്മകളും ഇല്ലായ്മകളിലും ഇരുന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് വരാൻ പറ്റും. നാളെയുടെ സ്വാധീനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ കോമ്പിറ്റന്റ് ആവണം. നമ്മളിൽ എത്ര പേര് ആ കോമ്പിറ്റൻസ് നേടിയെടുക്കുമെന്നതാണ് ചോദ്യം. നമ്മളിൽ എത്ര പേർക്ക് ആ മികവുണ്ട്? ഇംഗ്ലീഷ് ലാംഗ്വേജ് കൃത്യമായി സംസാരിക്കാൻ നമുക്ക് എത്ര പേർക്ക് അറിയാം? നമുക്ക് കമ്പ്യൂട്ടറിന്റെ ടെക്നോളജിയുടെ ലോകം എന്നൊക്കെ പറഞ്ഞാലും, ഫോണിൽ AI ഉണ്ടെന്ന് പറഞ്ഞാലും ആ AI ഉപയോഗിക്കാൻ എത്ര പേർക്ക് അറിയാം?
നമ്മൾ പറയും എല്ലാം ഫോണിൽ നടക്കും. ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ മെറ്റ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കണമെന്നൊക്കെ നമ്മൾ പറയും. മെറ്റ ഉപയോഗിച്ച് ഒരു പണിയെടുക്കാൻ നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ച് ഇപ്പോഴും നമ്മൾ ക്ലാസ് റൂമിലേക്ക് സ്കൂളിലോ കോളേജിലോ പോയിട്ട് ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുക്കുമ്പോൾ 2 സെൻറ്റൻസിൽ 6 തെറ്റും വെച്ചിട്ട് നമ്മൾ കത്ത് കൊടുക്കുന്ന ആൾക്കാരില്ലേ നമ്മൾ? നിങ്ങൾ ആലോചിച്ചു, ഒരു ലീവ് ലെറ്ററിൽ ഒരു 2 സെൻറ്റൻസ് മര്യാദയ്ക്ക് എഴുതാൻ, ആ ആൽഫബറ്റ് ആ സ്പെല്ലിങ് തെറ്റിക്കാതെ എഴുതാൻ പറ്റാത്ത ആൾക്ക്. എന്നിട്ട് നമ്മൾ പറയുന്നത് എൻ്റെ ഫോണിൽ ഇത് 5th ജനറേഷൻ, ഇതിൽ AI സാധനം ഫുൾ ഇതിലുണ്ട്. ഒരു പണിയില്ല. ഐ നീഡ് എ ലീവ് ലെറ്റർ ബിക്കോസ് ഐ എം സഫറിങ് ഫീവർ. എനിക്ക് പനിയാണ്, ഒരു ലീവ് ലെറ്റർ താടോ എന്ന് പറഞ്ഞാൽ മര്യാദക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ ഫോൺ ഉണ്ടാക്കി തരും. അത് ChatGPTയുടെ ലോകമാണ്. അപ്പണി എടുക്കാൻ അറിയാതെ നമ്മൾ AI ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ടും 100 തെറ്റുണ്ടാക്കിയിട്ട് ലെറ്റർ കൊടുക്കുമ്പോൾ അതിങ്ങനെ അത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ പോലീസ് സ്റ്റേഷനുകളിലും KSCB ഓഫീസിലും ബാങ്കിലും പോയിട്ട് നിങ്ങളൊന്ന് എഴുതി തന്നാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരാമെന്ന് പറയുമ്പോൾ ആരാ എഴുതി തരിക എന്ന് ചോദിച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കണമല്ലേ നമ്മൾ? നിങ്ങൾ ആലോചിച്ചു, ഇതാരാ എഴുതുക? എന്നിട്ട് ആ കൗണ്ടറിൽ പോയിട്ട് നിൽക്കണം. ഒന്ന് എഴുതി തന്നാൽ ഇതങ്ങ് കൊടുക്കാമായിരുന്നു. എൻ്റെ ഫോണിൽ AI ഉണ്ട് എന്ന് പറഞ്ഞ് വാപ്പാനെ ബുദ്ധിമുട്ടിച്ച് വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഏറ്റവും പുതിയ ഫോൺ വാങ്ങി അൾട്ര വാങ്ങി കൈ പിടിച്ചിട്ട് ആ അൾട്രയിൽ നിന്നൊരു ലെറ്റർ ഉണ്ടാക്കാൻ കഴിയാത്ത നമ്മൾ എന്ത് AI ജനറേഷനാണ്? സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആ സൗകര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള കോമ്പിറ്റൻസ് നമ്മൾക്കുണ്ടാവണം. ആ സൗകര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള കോമ്പിറ്റൻസ് നമ്മൾക്കുണ്ടാവണം. ആ കോമ്പിറ്റൻസ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ അനിവാര്യത. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ, ഇന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ മോള് പറഞ്ഞു, ഇന്ന് ലീവല്ലേ, ഇന്ന് എന്തിനാ പരിപാടിക്ക് പോകുന്നു, ഇന്ന് നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ക്രിസ്മസ് അല്ലേ, എല്ലാവരുടെയും തിരക്കായിരിക്കും, ഇന്ന് അങ്ങനെ ഔട്ടിങ്ങിനൊന്നും പോക്ക് നടക്കില്ല, ഭയങ്കര റഷായിരിക്കും എന്ന് പറഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞപ്പം മോൾ എൻ്റെ അടുത്തൊരു വാട്സാപ്പ് ഫോൺ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇന്ന് എവിടെയും ട്രാഫിക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ എങ്ങനെ അറിയാം വീട്ടിലത്തെ ട്രാഫിക്ക്? ഇവളാ മാപ്പ് നോക്കിയിട്ട് ആ പോണ്ട ലൊക്കേഷൻ അടിച്ചിട്ട് ഒരു സ്ഥലത്തുമില്ല, മാത്രമല്ല എന്നിട്ട് അതിൻ്റെ പ്രഡിക്ഷൻ അടിയിൽ പോയിട്ട് അടിച്ചു, ഇന്ന് താരതമ്യേന ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം ട്രാഫിക് ഉണ്ടാവില്ല എന്നുള്ള പ്രഡിക്ഷൻ അടക്കെടുത്തിട്ടാണ് ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ഇന്ന് ട്രാഫിക് ഉണ്ടാവില്ല, അങ്ങനെ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട, ഇന്ന് തന്നെ പോയാൽ മതി. ഇത് പറയുന്നൊരു ജനറേഷനാണ് നമ്മൾ നേരിടേണ്ടത്. ഈ ജനറേഷനെ നമ്മൾ എങ്ങനെയാണ് കോമ്പിറ്റൻസ് ഇല്ലാതെ നേരിടുക? പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, പുതിയ തലമുറയുടെ മുന്നിൽ അവരുടെ നേതാവാകാൻ പറ്റണമെങ്കിൽ, അവരുടെ ലീഡറായി നമുക്ക് നാളെ മദ്രസകളും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ബിസിനസ് സംരംഭങ്ങളും നയിക്കാൻ പറ്റണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കോമ്പിറ്റൻസ് ഉള്ള, കഴിവുള്ള, യോഗ്യതയുള്ള, മികവുള്ളവരാകാൻ നമുക്ക് കഴിയുക എന്ന് പറയുന്നതാണ് പ്രധാനം. അങ്ങനെയുള്ള അത്ര ഫാസ്റ്റ് ലേണിംഗ് ഉള്ള ഒരു ജനറേഷനാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു തമാശയുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് ഒരു ദിവസം വീട്ടിലിങ്ങനെ ഞാനിങ്ങനെ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് രാത്രി വന്നപ്പം അവനിങ്ങനെ പുറത്തിരുന്ന് ഇങ്ങനെ പഠിക്കുകയാണ്, കരയണമുണ്ട്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, ഓൻ ഭയങ്കര പ്രശ്നത്തിലാണ്, നാളെ മദ്രസയിൽ നിന്ന് എന്തോ ചോദ്യം ചോദിക്കും, അത് പഠിക്കാത്തതുകൊണ്ടല്ല വിഷമത്തിൽ, ഈ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യേഷ്ഠൻ ഗൾഫിലുമാണ്. അപ്പോൾ ഞാനാണ് ഇവൻ്റെ ഒരു കൂടെ നിന്ന് ഇങ്ങനെ ഷാഡോ പാരൻറ്റിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താണ് പ്രശ്നം? പറഞ്ഞു, ഒന്നുമില്ല, കുനൂത്ത് നാളെ ഓതണം, അത് ഓതിക്കൊടുത്തില്ലേ അടിയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കുന്നതെന്ന്. മദ്രസയിൽ നമുക്കറിയാലോ. അപ്പോൾ ആ വലിയ ആവേശത്തിൽ ഉസ്താദ് പറഞ്ഞ പ്രതീക്ഷയിൽ കുട്ടി ഇരുന്ന് ഇങ്ങനെ പഠിക്കണം. ഇവനിക്ക് എത്ര പഠിച്ചിട്ട് പൂർത്തിയാവണില്ല. അപ്പോൾ അവസാനം ഞാൻ അവനെ എഴുതി, ഞാനും നല്ല യാത്രാക്ഷീണത്തിലാണ്. അപ്പോൾ ഇവനോട് ഇങ്ങനെ കുറേ ചൊല്ലിക്കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കാണാണ്ട് ഇങ്ങനെ രീതിയിലൊക്കെ പറഞ്ഞു, പാട്ടൊക്കെ പഠിപ്പിക്കും പോലെയൊക്കെ പറഞ്ഞ് ഞാൻ വക്കിനി ശർമ്മ കലയത്ത് വരെ ഒരു വിധത്തിൽ ഇവനെ പഠിപ്പിച്ചു. ഇവനെ കാണാതെ പറയുന്ന കൊലത്തിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ധൈര്യത്തിൽ പോയി ഉറങ്ങിക്കോ, ഞാൻ ഉസ്താദിനോട് നാളെ പറഞ്ഞോളും, അവിടം വരെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞോളാം, ആ കുഴപ്പമൊന്നുമില്ല, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മറ്റന്നാൾ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവനെ വിട്ടു. ഇവൻ ആ ധൈര്യത്തിൽ പറയും, ഉസ്താദിനോട് പറയില്ല എന്ന് വെച്ചാൽ പറയുന്നുള്ള ഉറപ്പിൽ ഇവൻ പോയി കടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഇവൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, എന്തായിടെന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞു, ബാക്കി ഞാൻ വക്കിനി ഷറഫ് അതിനൊക്കെ തക്കളി മുതൽ ബാക്കി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. എന്താ വെച്ചു, പാഠം മാറ്റി, ഇനി അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് കുനൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെല്ലണ്ട, നിസ്കാരത്തിൽ ഓതേണ്ട സാരല്ലേ. അപ്പം ഇവനൊരു തരത്തിൽ റെഡിയില്ല, കാരണം ഉസ്താദ് ചോദിച്ചിട്ടില്ല, പാഠം മാറ്റുകയും ചെയ്തുകൊണ്ട് ആവശ്യമില്ല എന്നുള്ളതാണ് അവൻ്റെ ആവശ്യം. പിറ്റേന്ന് ഞാൻ സുബൈക്ക് പോണ സമയത്ത് ബോധപൂർവ്വം ഇവനെ നിർബന്ധിച്ച് കൂടെ കൂട്ടി. ഇവൻ എന്തൊക്കെയോ പറഞ്ഞ് വശീകരിച്ച് കൂടെ കൂട്ടി. ഇവൻ 4ാം ക്ലാസ് പഠിക്കുന്ന 3ലോ 4ലോ പഠിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇവനെയും കൂട്ടി ഞാൻ പള്ളിയിൽ പോയി സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ് നേരെ ഞാൻ കൊണ്ടുപോയതിന് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, പള്ളിയിൽ പോകുമ്പോൾ ഈ കുനൂത്തിൻ്റെ ഒക്കെ ആവശ്യം ഇവന് മനസ്സിലാവുമല്ലോ, അപ്പോൾ ഇത് അതിൻ്റെ ഗൗരവം മനസ്സിലാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. ഇവനെ ഇറങ്ങി നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോൾ ഇവൻ എന്നോട് കൈപിടിച്ചിട്ട്, അപ്പാ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉസ്താദിനും അത്ര തന്നെ അറിയുള്ളൂ, ഉസ്താദിനും അത്ര തന്നെ അറിയുള്ളൂ, അതന്നെയല്ലേ മൂപ്പര് പിന്നെ വേറൊന്നും ചോദിക്കാണ്ടെന്ന്. നോക്കുമെന്ന് വെച്ചാൽ, ഈ ഉസ്താദ് ഇമാം എന്നിട്ട് വക്കിനി ശർമ്മക്കല്ലത്ത് എത്തിയപ്പം
അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു അത്രമേൽ ഫാസ്റ്റായി ആലോചിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. അപ്പം ഉസ്താദിന് അത്രേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര പഠിച്ചാൽ മതിയല്ലോ. അപ്പം ഇവൻ വിചാരിക്കുന്ന ഉസ്താദ് മെല്ലെ ചെല്ലിയത് അവിടുത്തെ ഇപ്പം നിർത്തിയത് അറിഞ്ഞൂടത്തോണ്ടാണെന്നുള്ളതാണ്. അങ്ങനെ വേഗത്തിൽ അവരവർക്ക് വേണ്ട സൗകര്യത്തിനനുസരിച്ച് പുതിയ കാലത്തെ വായിക്കാൻ തിടുക്കം കാണിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ തലമുറയുടെ ലീഡേഴ്സ് ആകേണ്ടവരാണ് നിങ്ങളും ഞാനും ഒക്കെ. ആ തലമുറയെ നയിക്കേണ്ടവരാണ്, നാളത്തെ സമൂഹത്തിൻ്റെ നേതാക്കളാക്കേണ്ടവരാണ് നമ്മളൊക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയ കോമ്പിറ്റൻസ് ഉള്ളവരാകണം, പുതിയ കാലത്തോട് സംവദിക്കാനുള്ള കെൽപ്പുള്ളവരാകണം, പുതിയത് അറിയണം, പുതിയ രീതികൾ അറിയണം, പുതിയ സംവിധാനങ്ങൾ അറിയണം, പുതിയ ശൈലികളോട് നമുക്ക് ഈ അർത്ഥത്തിലുള്ള ഒരു താതാമ്യപ്പെടാൻ കഴിയണം. എന്നിട്ട് നമ്മുടെ ധാർമ്മികത നിലനിർത്തി മികവുള്ളവരായി മാറുക എന്നതാണ് 2. മൂന്നാമത്തതും അവസാനത്തതും ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. 1 ഞാൻ പറഞ്ഞു, മൊറാലിറ്റി, ധാർമ്മികതയുണ്ടാവുക. 2 കോമ്പിറ്റൻസ്, നല്ല മികവും യോഗ്യതയും ഉണ്ടാവുക. മൂന്നാമത്തത് നാളെ നമ്മുടേതാണ് എന്ന് നിങ്ങൾക്കും എനിക്ക് ഉറപ്പുവരുത്താൻ കഴിയണമെങ്കിൽ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും ഉള്ളവരാകാൻ കഴിയണം. എവിടെയും നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ലീഡർഷിപ്പിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. മുന്നിൽ നിൽക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആളവലല്ല, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സേവനമാണ്. മറ്റുള്ളവരെ സഹായിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള അവസരമാണ്. ആ ലീഡർഷിപ്പിന്റെ സാധ്യതകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു ലോകത്തെ നയിക്കാനും ജയിക്കാനും കിട്ടുന്ന അവസരമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് സയ്യിദുൽ ഖൗമി ഖാദിമുഹും. സമുദായത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ ഖാദിമു കൂടിയാണ്. അവരെ നയിക്കേണ്ടവരാണ്, അവരെ സഹായിക്കേണ്ടവരാണ്. നമ്മൾ ഈ ഉമ്മത്തിനെ സഹായിക്കുകയാണ് നേതൃത്വത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ ലീഡർഷിപ്പിലേക്ക് വരണം. നിങ്ങൾ മദ്രസകളിലെ സംവിധാനങ്ങളുടെ ലീഡർഷിപ്പിലേക്ക് വരണം. നിങ്ങൾ നബിദിനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടുത്തെ സ്വാഗത സംഘത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരണം. നിങ്ങൾ മഹലിൽ നടത്തുന്ന ധാർമ്മിക കൂട്ടായ്മകളുടെ ലീഡർഷിപ്പിലേക്ക് വരണം. നാട്ടിൽ നടക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുടെ എല്ലാ പോസിറ്റീവായ പ്രവർത്തനങ്ങളുടെയും ലീഡർഷിപ്പിലേക്ക് വരണം. പാലിയേറ്റീവുകളുടെ, ചാരിറ്റികളുടെ, കാരുണ്യ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഉണ്ടാവണം. ഈ സമൂഹത്തിൽ നല്ല നല്ല ബിസിനസ് സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, അത്തരം പുതിയ ആശയങ്ങൾ, അത്തരം ഓൺട്രപ്രണോറിയൽ ഇന്റർവെൻഷൻസ് അതൊക്കെ നടത്തുന്നിടത്ത് നിങ്ങൾ മുന്നിലുണ്ടാവണം. പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവിടെ നിങ്ങൾ മുന്നിലുണ്ടാവണം. കലാ സാംസ്കാരിക മേഖലകളിൽ ധാർമ്മികമായി ഇടപെടുന്ന നല്ല ലീഡർഷിപ്പായി നിങ്ങൾ മാറണം. നമ്മൾ അള്ളാഹു അനുവദിച്ച, പരിശുദ്ധ ദീൻ അനുവദിച്ച എല്ലാ നന്മകളും നമ്മൾ മുന്നിൽ നിന്ന് നയിക്കണം. മാറി നിൽക്കേണ്ടവരല്ല, മുന്നിൽ നിൽക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. മാറി നിൽക്കേണ്ടവരല്ല, ഒറ്റപ്പെടേണ്ടവരല്ല, മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് നമ്മൾ. ആ നയിക്കുന്ന ലീഡർഷിപ്പാണ് ഇനിയുള്ളൊരു കാലഘട്ടത്തിന് ആവശ്യം. ഇൻക്ലൂസീവായ ലീഡർഷിപ്പാണ്, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ലീഡർഷിപ്പാണ്. എല്ലാ സമൂഹത്തിന്റെയും പുതിയ കാലത്തിന്റെ നേതൃത്വത്തിന്റെ മുൻപ് ഗരിമയിലേക്ക്, അപരിമേയമായ പുരോഗതിയിലേക്ക് ഉയരാൻ കഴിയുന്ന കരുത്തുള്ളവരാകുക എന്നതാണ് പ്രധാനം. ലീഡർഷിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറ്റ്സ് നോട്ട് എ പൊസിഷൻ, ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു പദവിയല്ല, അതൊരു പണിയാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു അംഗീകാരമുള്ള ഒരു ഒരു ഡെസിഗ്നേഷൻ അല്ല. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആക്ഷൻ, അതൊരു പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അതാ ലീഡർഷിപ്പ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങളും ഞാനും മികവ് കണ്ടെത്തണം. ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് നാളത്തെ ലോകത്തെ നയിക്കാൻ, നാളത്തെ ലോകത്തിന്റെ അഭിമാനമാകാൻ ഭാഗ്യം കിട്ടുന്നവരവരാണ്. ആ ലീഡർഷിപ്പിന്റെ വിശാലമായ സാധ്യതകളിലേക്ക് നിങ്ങളും ഞാനും വളരണം. അങ്ങനെയുള്ള കുഞ്ഞായിരിക്കുമ്പോൾ പ്രവാചകന്റെ കൂടെ കൂടി ആ സമൂഹത്തിലെ ഏറ്റവും വലിയ ലീഡർഷിപ്പിന്റെ അപാരമായ ക്വാളിറ്റികൾ പ്രകടിപ്പിക്കുന്ന ധർമ്മബോധമുള്ള, ധാർമ്മികതയുള്ള, മികവുള്ള, ബുദ്ധിയുള്ള ഏറ്റവും നല്ല ചുണക്കുട്ടിയായി പ്രവാചകന്റെ ഇഷ്ടക്കാരനായി മാറിയ ഒരാളല്ലേ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഈ സമൂഹത്തിന് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. നിങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ, നിങ്ങളെപ്പോഴും ഈ അർത്ഥത്തിലുള്ള മൂല്യവും പക്വതയും ജീവിതത്തിൽ നിലനിർത്തുന്നവരാകണം. നിങ്ങളുടെ സംസ്കാരത്തെ ആ അർത്ഥത്തിൽ നിങ്ങൾ പക്വതയോടെ ഏറ്റെടുക്കുന്നവരാകണം. നിങ്ങൾ ഏത് ഉത്തരവാദിത്തങ്ങൾ തന്നാലും അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നവരാകണം. നിങ്ങളെ മച്യൂരിറ്റി എന്നത് ലീഡർഷിപ്പ്, ആ ക്വാളിറ്റി നമ്മൾക്ക് ഉണ്ടാവണം. പ്രായമേറെ കഴിഞ്ഞിട്ടും കല്യാണം പോലും കഴിപ്പിക്കാൻ രക്ഷിതാക്കൾ ധൈര്യം കാണിക്കാത്ത എത്രയോ ചെറുപ്പക്കാരില്ലേ? എന്താ രക്ഷിതാക്കൾ പറയുന്ന കാരണം? ഓൻ അതിന് ആയിട്ടില്ല, ഓനിക്കൊരു പക്വതയില്ല, ഓനിക്ക് ഉത്തരവാദിത്വം വന്നിട്ടില്ല, ഓൻ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വരുന്ന എത്ര ആളുകളുണ്ട്? കുടുംബജീവിതം, പണ്ടൊക്കെ കാരണവന്മാർ കല്യാണം കഴിപ്പിച്ചതുപോലും അവർക്ക് ഓനൊരു പക്വത വരട്ടെ, ഓനല്ലേ ഏറ്റെടുത്തൊന്ന് പഠിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അത് ഒരു ലീഡർഷിപ്പ് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് തന്നപ്പോൾ നമുക്കുണ്ടായ മാറ്റമാണ്. ഇന്ന് അത്തരം സാഹചര്യങ്ങളിൽ പോലും തോറ്റുപോകുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഒരു ചെറിയ പ്രതിസന്ധി, ഒരു ചെറിയ തകർച്ച താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഒരു ചെറിയ നിരാശ താങ്ങാനാവാതെ ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണം കൂടുകയാണ്. എന്താ കാരണം? ഒന്നും മുന്നിൽ നിന്ന് നയിക്കാനുള്ള കരുത്തില്ല, ധൈര്യമില്ല. അങ്ങനെയുള്ള പരാജയപ്പെട്ട ഒരു ജനറേഷനായി നമ്മൾ മാറരുത്.
നമ്മൾ വീടുകളിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളാണെങ്കിൽ അത് അത്രയും ഏറ്റെടുത്ത് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും ഏറ്റെടുക്കാൻ പോലും കഴിയുന്ന രീതിയിൽ നമ്മൾ മികവുള്ള ലീഡർഷിപ്പിന്റെ ഓരോ സാധ്യതകളും ഉപയോഗിക്കണം. മകൻ എന്ന നിലക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ഭർത്താവ് എന്ന നിലക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, വാപ്പ എന്ന നിലക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ഒരു സമൂഹത്തിലെ സാമൂഹികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, നേതാവ് എന്ന നിലക്കും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു മകനിൽ നിന്ന് ഒരു ഭർത്താവിലേക്കും, ഭർത്താവിൽ നിന്ന് വാപ്പയിലേക്കും, വാപ്പയിൽ നിന്ന് സമൂഹത്തിന്റെ നേതാവിലേക്കും ഒക്കെ വളരുന്ന ഒരു യാത്രയാണ് നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആ ലീഡർഷിപ്പിന്റെ സാധ്യതകളിലേക്ക് നമ്മൾ വളരണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു മികവ് നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ നാളത്തെ പ്രതീക്ഷകളായി നമ്മൾ മാറും. നമ്മുടെ കുടുംബത്തിന്റെ വിളക്കായി, വെളിച്ചമായി നമ്മൾ മാറും. മാതാപിതാക്കളുടെ കണ്ണിലെ കൃഷ്ണമണിയായി നമ്മൾ മാറും. അങ്ങനെയുള്ള അബ്നാ ഉൽ യൗമി ആബാ ഉൽ ഗദി, ഇന്നത്തെ മക്കൾ നാളത്തെ മാതാപിതാക്കളാണ്, നാളത്തെ നേതാക്കന്മാരാണ് എന്ന് പറയുന്ന ആ അപാരമായ ഒരു പ്രൗഢിയും നന്മയും എല്ലാം നമുക്ക് വരും. അതുകൊണ്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മൾ മനസ്സുകൊണ്ട് കുറിച്ചു വെക്കേണ്ടത് നമുക്ക് എപ്പോഴും കൂടെ ഇരുന്ന് ഇങ്ങനെ പരിപാടികളിൽ പോയി പങ്കെടുക്കുന്ന ഒരു പ്രതിനിധിയാകാനല്ല. ഞാൻ എവിടെയെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടാൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു നേതാവാകാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. എൻ്റെ വീട്ടിലെ കൂട്ടുകാർക്ക് മുന്നിൽ, ജ്യേഷ്ഠാനുജന്മാർക്ക് മുന്നിൽ ഞാനൊരു ലീഡറാണ്. എൻ്റെ വാപ്പന്റെ മക്കളുടെ മുന്നിൽ ഞാനൊരു ലീഡറാണ്. എൻ്റെ കുടുംബത്തിൽ ഞാനൊരു ലീഡറാണ്. എൻ്റെ വീട് തകർന്നും പ്രതിസന്ധിയിലും നിൽക്കുമ്പോൾ ഞാനൊരു ലീഡറാണ്. ആ ലീഡറിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും ഏറ്റെടുക്കണം. സമൂഹത്തിലാവാം, നാട്ടിലാവാം, മഹല്ലത്തിലാവാം, മദ്രസയിലാവാം, ദീനീ കൂട്ടായ്മകളിലാവാം, സാംസ്കാരിക രാഷ്ട്രീയ കൂട്ടായ്മകളിലാവാം. ഈ നാടിന് ഉപകരിക്കുന്ന ഏത് നന്മയിലും, ഈ സമൂഹത്തെ സേവിക്കാൻ കഴിയുന്ന ഏത് നല്ല കാര്യത്തിലും നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കാൻ ശ്രമിക്കണം. മുസ്ലിം എപ്പോഴും ആ നേതൃത്വത്തിന്റെ മധുരിമ അനുഭവിക്കുന്നവരാണ്. നല്ല നേതാക്കൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവരാണ്. കാരണം അവർ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. അള്ളാഹു ഒരു മനുഷ്യനെ സഹായിച്ചുകൊണ്ടേയിരിക്കും അവൻ മറ്റൊരാളെ സഹായിക്കുന്ന പ്രവൃത്തിയിലായിരിക്കുന്ന കാലമത്രയും. ഒരു നേതാവ് ചെയ്യുന്നത് എന്താ? ഈ നേതാവ് മറ്റുള്ളവരെ സഹായിക്കുകയാണ്. ആ സഹായിക്കുന്ന പണിയിൽ നമ്മൾ തുടരുന്ന കാലമത്രയും പരമകാരുണികനായ അള്ളാഹുവിന്റെ സഹായം നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. We should have to extend that love and care to everyone in this world. ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ആ സ്നേഹവും പരിഗണനയും സ്നേഹവും കരുതലും കൊടുക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. ആ വിശാലമായ നന്മയാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടത്. ആ നേതാവിന്റെ മൂല്യമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കേണ്ടത്. അങ്ങനെ മഹത്തായ ഒരു പാരമ്പര്യമുള്ള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് നാളത്തെ ഈ ഖൈറുമ്മയുടെ ഏറ്റവും നല്ല അത്യുത്തമമായ സമുദായത്തിന്റെ അഭിമാനകരമായ ഒരു തലമുറയായി മാറാൻ കഴിവുള്ള, കരുത്തുള്ള, ലീഡർഷിപ്പുള്ള നല്ല ചെറുപ്പക്കാരായി നമ്മൾ മാറണം. ആ ലീഡർഷിപ്പിന്റെ ഒരു ഉത്തരവാദിത്വവും നിങ്ങളും ഞാനും നോ പറയരുത്. പറ്റാവുന്നിടത്തെല്ലാം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ മുതൽ വലിയ വലിയ ബാധ്യതകൾ വരെ നമ്മൾ അങ്ങനെ ആവേശത്തോടെ ഏറ്റെടുത്ത് നാട്ടിലും കുടുംബത്തിലും നമ്മൾ നല്ലത് പറയിപ്പിക്കുന്നവരാകണം. ഈ സമുദായത്തിന് വേണ്ടപ്പെട്ടവരായി മാറുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള നല്ല നേതാക്കൾ ഈ സമൂഹത്തിന്റെ വിളക്കാണ്, ഈ സമൂഹത്തിന്റെ വെളിച്ചമാണ്, ഈ സമൂഹത്തിന്റെ അഭിമാനമാണ്. അങ്ങനെയുള്ള മഹത്തായ ദൗത്യത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള പ്രചോദനമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്ന് നമ്മൾ ആർജിക്കേണ്ടത്. നമ്മൾ വാഹനങ്ങൾ വാങ്ങുന്നത് കാർ പോർച്ചിൽ നിർത്തിയിടാനല്ലല്ലോ, അത് റോട്ടിലൂടെ ഏത് പ്രതിസന്ധികളെയും മറികടന്ന് യാത്ര ചെയ്യാനല്ലേ. നമ്മൾ കപ്പൽ വാങ്ങുന്നത് വെള്ളത്തിൽ നങ്കൂരമിട്ട് നിർത്താനല്ലല്ലോ, അത് കാറ്റിനെയും കോളിനെയും ഭേദിച്ച് ആ കടല് കീറി അപ്പുറത്തെ കരയിലെത്താനല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ഒരിടത്തൊളിച്ച് മാറി നിൽക്കാനല്ല, ഏത് പ്രതിസന്ധികളെയും മറികടന്ന് കരക്കെടുക്കാനാണ്, ജയിച്ചു കയറാനാണ്, മുന്നോട്ട് പോകാനാണ്. ആ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള നന്മ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ മാറണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു ഒരു സമൂഹത്തെയും മാറ്റുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാത്ത ഒരു സമൂഹത്തെയും അല്ലാഹു മാറ്റില്ല. നമ്മൾ മാറണം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ധാർമ്മികതയിൽ വേരു പിടിപ്പിക്കുക. നിങ്ങൾ കഴിവിന്റെ പരമാവധി സാധ്യതകളിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുക. 3, നിങ്ങൾ നല്ല നേതൃത്വത്തിന്റെ മികവ് കാണിക്കുക. ഈ ലീഡർഷിപ്പും കോമ്പിറ്റൻസും മൊറാലിറ്റിയുമുള്ള ഒരു ജനറേഷനായി നമ്മൾ മാറിയാൽ നമ്മൾ നാളേക്കുള്ള ഒരു വലിയ ഒരു നന്മയുടെ അടയാളമായി മാറും. അങ്ങനെ നമ്മൾ വന്നാൽ ഈ ലോകത്ത് നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മൾ ഈ സമൂഹത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളെയും മറികടക്കും. ബാത്തുൽ സെ ദബ്നവാലെ ഏ ആസ്മാനഹി ഹം തംതാന താ കിസി സേ സൈലേ റവാ ഹമാരാ ബാത്തുൽ സെ ദബ്നവാലെ ഏ ആസ്മാനഹി ഹം
तमता न था किसी से सैले रवा हमारा. എത്ര വലിയ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ തംതാ ന था किसी से. ഈ സമൂഹത്തിന് അങ്ങനെ ഒരു വീര്യം കയ്യിലുണ്ടെങ്കിൽ എന്തിനേയും മറികടക്കാൻ കഴിയും. സൈലേ റവാ ഹമാര. കാരണം നമ്മൾ ഒഴുക്ക് നമ്മുടേതാണ്. നമ്മളാണ് നാളെ കെട്ടിപ്പടുക്കുന്നവർ, പ്രതീക്ഷയോടെ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നവർ. ആ കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തിനേയും മറികടക്കാൻ നമുക്ക് കഴിയും. ഒന്നിനെയും പേടിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഈ SKMMയുടെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ വന്നു ചേർന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ഈ ധാർമ്മികതയുടെ, മികവിൻ്റെ, നേതൃത്വത്തിൻ്റെ അപാരമായ നന്മകളെ പ്രകാശിപ്പിക്കുന്ന വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ അള്ളാഹു സഹായിക്കട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഒരു ചെറിയ നിങ്ങൾക്കൊരു അവസരം തരികയാണ് സദസ്സിലുള്ളവർക്ക്. വേണോ? അങ്ങനെയാണെങ്കിൽ മുന്നേക്കുണ്ട്, കുറച്ച് മുന്നേക്ക് ഇരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ കോർഡ്ലെസ് മൈക്ക് തരാം. എന്തെങ്കിലും പിന്നെ റാഷിദ് സാരുമായി പിന്നെ സാറുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രക്ഷൻ നടത്തുന്ന താല്പര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ എണീറ്റ് നിന്ന് നിങ്ങൾക്ക് കോർഡ്ലെസ് മൈക്ക് തരും. താല്പര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ മുന്നേക്ക് ഇരിക്കണം. ബാക്കിലിരുന്നാൽ പറ്റില്ല. മുന്നേക്ക് കയറി ഇരുന്നാൽ മൈക്ക് തരാം. പൂർവ്വ വിദ്യാർത്ഥികളുടെ അവസരമാണ്. ചായ ഉണ്ടോ അവിടെ? അത് പോകുമ്പോൾ കുടിക്കാം. Assalamu alaikum warahmatullah. How to be a trainer like you? That's my question. എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയും, പക്ഷേ എങ്ങനെയാണ് ആ കഴിവ് ഉപയോഗപ്പെടുത്തി നല്ലൊരു നിലയിലെത്താന്ന് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നല്ല നിലയിലെത്തുക എന്നുള്ളതാണോ ഉത്തരം പറയേണ്ടത്, അല്ല ട്രെയിനർ ആവുക എന്നുള്ളതാണ്? കാരണം നോട്ട് ഓൾ ദ ട്രെയിനേഴ്സ് ആർ ഓൾവേസ് ഇൻ ദ ഗ്രേറ്റർ പൊസിഷൻസ്. അപ്പോൾ പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ്. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാൻ അറിയാം, ആശയവിനിമയ ശേഷിയുണ്ട്. പക്ഷേ നമുക്കെങ്ങനെയാണ് ഒരു പരിശീലകനാകാൻ പറ്റുക, അതിലൂടെ ഒരു നല്ല നിലയിലെത്താൻ പറ്റുക? ആദ്യം പരിശീലകനാകുക എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് പരിശീലനം. ഇന്ന് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഈസി കരിയറാണ്. എല്ലാവരും ട്രെയിനർമാരാണ്. ഇപ്പം ട്രെയിനർമാരെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വന്നതോടുകൂടി രാവിലെ ആയ നേരം വെളുത്താൽ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ നടക്കുകയാണ്. മൂപ്പര് വലിയ ടെൻഷനിലാണ്. പക്ഷേ നാട്ടുകാരെ മുഴുവൻ മോട്ടിവേറ്റ് ചെയ്തിട്ട് വേണം മൂപ്പരുടെ ടെൻഷൻ മാറ്റാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ റീലും വീഡിയോ ഇട്ടിട്ട് ആവേശം കൊള്ളിക്കുന്ന ഒരു സമയത്താണ്. നമുക്കും ഇപ്പം അങ്ങനെ ആയി തുടങ്ങി. കാരണം നമുക്കൊന്നും ടെൻഷൻ മാറണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബിക്കം എ കോമൺ കരിയർ. എല്ലാവരും എളുപ്പത്തിൽ കണ്ടെത്തുന്ന ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതേസമയം നല്ല സാധ്യതയുള്ളൊരു പ്രൊഫഷനാണ്. കാരണം അധ്യാപനം അതുപോലെ പരിശീലനവും തമ്മിലുള്ള വ്യത്യാസം, അധ്യാപനം പലപ്പോഴും ഒരു മോണോലോഗ് പ്രോസസ്സാണ്, ഒരു വൺ വേ പ്രോസസ്സാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഓഡിയൻസ് എന്ന് പറയുന്ന കൂടെ നിൽക്കുന്ന ആളുകളുടെ ബിഹേവിയറൽ എംപവർമെൻ്റ് എന്ന് പറയുന്ന സംഗതി ആയിരിക്കില്ല അധ്യാപനത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ അവരുടെ സ്വഭാവമോ കഴിവോ വളർത്തുക എന്നതായിരിക്കില്ല ഒരു അധ്യാപനത്തിൻ്റെ ദൗത്യം. അധ്യാപനത്തിൻ്റെ ദൗത്യം പാഠം മനസ്സിലാക്കിപ്പിക്കുക, അറിവ് കൈമാറുക, വിവരങ്ങൾ കൈമാറുക, അവരത് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ ഒരു പരിശീലനവും അധ്യാപനം എന്നുള്ള വ്യത്യാസം, അധ്യാപനം ഈസ് ഓൾവേസ് കൺവേയിങ് എൻ ഇൻഫർമേഷൻ ഓർ എ നോളജ്. അതെപ്പോഴും ഒരു വിവരത്തെയോ ധാരണയോ മറ്റുള്ളവർക്ക് കൈമാറുന്ന പ്രോസസ്സാണ്. പരിശീലനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംഹൗ എംപവറിങ് എ ബിഹേവിയർ ഓർ ക്രിയേറ്റിംഗ് എ സ്കിൽ, അല്ലെങ്കിൽ ട്യൂണിങ് എ സ്കിൽ. ഒന്നുകിൽ അവരുടെ ഒരു ബിഹേവിയർ, സ്വഭാവത്തെ നന്നാക്കലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ശീലത്തെ, ഒരു കഴിവിനെ മെച്ചപ്പെടുത്തലാണ്. ഈ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി, ഒന്ന് നന്നായി വായിക്കുക, നല്ല റീഡിങ് സെൻസ് ഉണ്ടാവുക, പരന്ന് വായിക്കുക. രണ്ട്, ഒബ്സർവ് ചെയ്യുക, സൊസൈറ്റിയെ നന്നായി ഒബ്സർവ്. ചുറ്റുമുള്ള മനുഷ്യർ എന്തുകൊണ്ട് ജയിക്കുന്നു, എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് ഇയാൾ നല്ല ഒരു കമ്മ്യൂണിക്കേറ്ററാണ്, എന്തുകൊണ്ട് അയാൾ നല്ല കമ്മ്യൂണിക്കേറ്റർ അല്ല, എന്തുകൊണ്ട് അയാൾ നല്ല ലീഡറാണ്, എന്തുകൊണ്ട് മറ്റേ നല്ല ലീഡറല്ല, എന്തുകൊണ്ട് ആ പ്രോഗ്രാം വിജയിച്ചു, എന്തുകൊണ്ട് ആ പ്രോഗ്രാം പരാജയപ്പെട്ടു, എന്തുകൊണ്ട് ഈ സിസ്റ്റം നടക്കുന്നു, ഈ സിസ്റ്റം നടക്കുന്നില്ല. സോ യു ഷുഡ് ഓൾവേസ് ഹാവിങ് എ സെൻസ് ഓഫ് എൻ ഒബ്സർവൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയത്. കാരണം ചുറ്റും നോക്കുന്നിടത്താണ് നമുക്ക് പുതിയ പുതിയ ലേണിംഗ് കിട്ടുക. ഒരു ട്രെയിനർക്ക് എപ്പോഴും വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ്, പ്രായോഗികമായ പരിജ്ഞാനമാണ്. ഇങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടുന്നു പറഞ്ഞു കൊടുക്കലാണല്ലോ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഒരു അധ്യാപകൻ സ്വിമ്മിങ് പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പഠിപ്പിച്ചാൽ മതി, മോനെ വെള്ളം കാണും, വെള്ളത്തിൽ ചാടുക, കാലൂട്ടടിക്കുക, കൈയൂട്ടടിക്കുക, അത് മുന്നിൽ ഒരു പ്രത്യേക അനുപാതത്തിൽ കൈയും കാലും ഇട്ടടിച്ചാൽ അങ്ങനെ മുന്നോട്ട് പോകും. ആ അനുപാതം ഒന്ന് തെറ്റിയാൽ വെള്ളത്തിൽ മുങ്ങിയിട്ടങ്ങ് മരിച്ചു.
പോവും. ഇത് ഒരു അധ്യാപകന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു ട്രെയിനറാണ് സ്വിമ്മിങ് പഠിപ്പിക്കുന്നതെങ്കിൽ അയാൾ ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കേണ്ടി വരും. ചിലപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. കാലടിക്കാനും കൈ അടിക്കാനുള്ള അനുവാദം കാണിച്ചു കൊടുക്കേണ്ടി വരും. വെള്ളം കുടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കുടിച്ചു എന്നും, കുടിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെ കുടിക്കാതിരിക്കാമെന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ആൻഡ് ഓൾവേസ് എൻഷുറിങ് ഇവൻ സ്വിമ്മിങ് എന്ന സ്കില്ല് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തലാണ് ആ ട്രെയിനർ ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു ട്രെയിനറാകാൻ വേണ്ടത് പ്രായോഗിക പരിജ്ഞാനം ഉണ്ടാവുക, 1. 2, അറിവ് നന്നായിട്ട് പരമാവധി ഒരു എക്സ്റ്റെൻസീവായ റീഡിങ്ങിലൂടെയും ഒബ്സർവേഷനിലൂടെയും ഇൻഡെപ്തായ ഓരോ വിഷയത്തിലുള്ള പറയുന്ന സബ്ജക്റ്റിലെ ധാരണ കൂട്ടുക. 3, മുന്നിലിരിക്കുന്ന മനുഷ്യന്മാരുടെ ഹൃദയത്തോട് സംസാരിക്കാൻ ശ്രമിക്കുക. അവരെ നമ്മളെ കൂടെ ചേർക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെ ഇരുന്നതെല്ലാം കേൾക്കുന്നൊന്നും വിചാരിക്കരുത്. കാരണം അവർക്ക് അവരുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ വിഷമങ്ങളുണ്ട്, കുറേ സാഹചര്യങ്ങളുണ്ട്. എത്രത്തോളം നമ്മുടെ സംസാരം അവരുടെ ആവശ്യമുള്ള സംസാരമാണെന്നുള്ളതാണ് ആൾക്കാർ നമ്മളെ നോക്കുക. ഞാനിവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരാവശ്യമില്ലാത്ത സാധനം പറഞ്ഞെങ്കിൽ നിങ്ങൾ തുടങ്ങുമ്പോഴത്തെ ഗണിച്ചു പോകും. നേരെ മറിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞാൻ പറഞ്ഞാൽ, നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുള്ള ഒരു സംഗതി നമ്മൾ പറഞ്ഞാൽ, ദാറ്റ് ഈസ് ഓൾവേസ് കണക്റ്റിംഗ് ദ മൈൻഡ്സ്. ഹൃദയത്തെ കണക്ട് ചെയ്യലാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യം: 1, നല്ല ധാരണയുണ്ടാവുക, പ്രായോഗികമായ പരിജ്ഞാനം ഉണ്ടാവുക, കണക്ട് ചെയ്ത് മൈൻഡ്സിനെ കണക്ട് ചെയ്യാനുള്ള രീതിയിൽ നന്നായി സംസാരിക്കുന്ന ആളാണെങ്കിൽ ഒരു 10 ആളെ കൂടുമ്പോൾ ഇത്തരം സംസാരിച്ചിട്ട് ആൾക്കാരോട് ഫീഡ്ബാക്ക് ചോദിക്കുക. ഞാൻ സംസാരിക്കുന്ന കൃത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രചോദനം കിട്ടുന്നുണ്ടോ? ഒരു ശീലത്തെ എനിക്ക് നിങ്ങളിൽ നിന്ന് വളർത്താൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ സ്കിൽ ഉണ്ടാക്കി തരാൻ പറ്റുന്നുണ്ടോ? സോ ആ അർത്ഥത്തിൽ ഒരാളെ എംപവർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹൗ എ ട്രെയിനർ ക്യാൻ ബി. അതിനുവേണ്ടി നിങ്ങൾക്ക് വായിക്കാം, പഠിക്കാം, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം, പരിശീലനങ്ങളൊക്കെ പോകാം, അങ്ങനെയൊക്കെ ട്രെയിനറായി മാറാം, ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് കേൾക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. രണ്ടാമത്തെ ഒരു സംഗതിയെ കുറച്ച് കടുപ്പുള്ള സംഗതിയാണ്, നല്ല നിലയിലെത്തും എന്നുള്ളൊരു ചോദ്യമാണ്. ഈ നല്ല നില എന്ന് പറഞ്ഞാൽ ഇതൊരു ആപേക്ഷികമായ സാധനമാണ്. എനിക്ക് നല്ല നിലയായി തോന്നുന്ന സാധനം നിങ്ങൾക്ക് നല്ല നിലയായി തോന്നണമെന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എയറിലുള്ള ആൾക്കാർ ഓല് ചിലപ്പോൾ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നല്ല നിലയിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അത് ജനങ്ങൾക്ക് ചിലപ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഇന്ന് ആൾക്കാർ പറയും വൈറലായോലൊക്കെ ലോകത്തിലെ സംഭവ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഈ ലോകം തന്നെ ആകെ ഇടിഞ്ഞതായി പോകണം. കാരണം ഈ നല്ല നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസിങ് ആയൊരു ഒരു പ്രോസ്പെക്റ്റീവായൊരു ലൈഫ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന നല്ല നില. ഇസ്സത്തുള്ളൊരു ജീവിതം കിട്ടുക. അതെന്ത് കരിയറിൽ, ട്രെയിനർ കരിയറിൽ മാത്രമൊന്നുമില്ല. അതിനെയാണ് നമ്മൾ ഒരേ ഉയരത്തിലെത്താൻ ശ്രമിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ച അല്ലാഹുമ്മ അഇസ്സനി വലാ തുദില്ലനി എന്നുള്ളതാണ്. അള്ളാഹുവേ എനിക്ക് ഇസ്സത്ത് തരണേ. ഒരു മാഷാണെങ്കിൽ ഏറ്റവും ഇസ്സത്തുള്ളൊരു മാഷ്, ഒരു ട്രെയിനറാണെങ്കിൽ ഒരു ഇസ്സത്തുള്ളൊരു ട്രെയിനർ, ഒരു നേതാവാണെങ്കിൽ ഇസ്സത്തുള്ളൊരു നേതാവ്, ഒരു വാപ്പയാണെങ്കിൽ ഇസ്സത്തുള്ളൊരു വാപ്പ, അങ്ങനെ ഒരു ഭർത്താവാണെങ്കിൽ ഒരു ഇസ്സത്തുള്ളൊരു ഭർത്താവ്. ചെയ്യുന്ന എന്ത് വർക്കിലും ഒരു ഡിഗ്നിറ്റി ഉള്ളൊരു മനുഷ്യനാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന പണി നന്നായാൽ ഓട്ടോമാറ്റിക്കലി ഇസ്സത്ത് ഉണ്ടാവും. ചെയ്യുന്ന പണിയുടെ ഉദ്ദേശം നന്നായാൽ എന്തായാലും ആ ഇസ്സത്ത് സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ദാറ്റ്സ് വാട്ട് ഐ ഫേംലി ബിലീവ്. ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷബീർ, സ്ഥലം അല്ലൂർ. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘമാണല്ലോ, ഒരുപാട് പേര് സംഗമിച്ചു. ഈ വിനീതനും പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇനി എല്ലാവരും മഹലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന 2-3 ആശയങ്ങൾ പറയാമോ? അസ്സാം വലൈക്കും. ഇത് വീണ്ടും കുഴപ്പിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ മതപ്രഭാഷണത്തിനൊക്കെ പോണ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ചില സംഘാടകർ വിളിച്ചിട്ട് ചോദിക്കും എന്താണ് വിഷയം കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളോരോട് പറയും പിന്നെ നിങ്ങൾക്ക് എന്താണ് വിഷയം വേണ്ടത് നാട്ടിൽ. അപ്പോൾ മിക്കവാറും ഞാൻ കേട്ടിട്ടുള്ള സംഘാടകരൊക്കെ തിരിച്ചു ചോദിക്കുന്നൊരു ചോദിച്ചിട്ട് നിങ്ങളെ ഫേവറേറ്റ് വിഷയം അത് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ചോദിക്കും അത് ഈ നാട്ടിലേക്ക് ഫിറ്റാവും, നിങ്ങളെ നാട്ടിൽ ആവശ്യം അറിയില്ലല്ലോ, അതൊക്കെ നമുക്ക് ഫിറ്റാക്കാം. നിങ്ങൾ പുതിയ വിഷയമൊന്നും വേണ്ട, നിങ്ങൾ എപ്പോഴും പറഞ്ഞ വിഷയം പറഞ്ഞ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ സാധനത്തിന് വലിയ റിസൾട്ടൊന്നുമില്ല. കാരണം ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഒരു ആഘോഷമാണ്, നാട്ടുകാർ വരുന്നതും പറയാൻ വരുന്നവരും ആഗ്രഹിക്കുന്ന ഒരു ആഘോഷമാണ്. സാഹചര്യത്തിൻ്റെ സാധനമായിരിക്കില്ല പലപ്പോഴും നമ്മൾ കൊടുക്കുകയോ പറയുകയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടത്തുന്ന എനിക്ക് ആദ്യമായി പറയാനുള്ള സാധനം പൂർവ്വ സംഘടന ഒരു റെഡിമെയ്ഡ് സാധനം ചെയ്യരുത്. എന്നാൽ എല്ലാ നാട്ടിലും ഒരു പരിഹാരമില്ല, എല്ലാ സുക്കേടിനും പാരസെറ്റാമോൾ ഒരു പരിഹാരമല്ല, അത് വെറുതെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവനവൻ്റെ നാട്ടിലെ സുക്കേടിനനുസരിച്ചിട്ട് ഗുളിക കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എൻ്റെ നാട്ടിലെ പ്രശ്നമല്ല നിങ്ങളുടെ നാട്ടിലെ പ്രശ്നം, നിങ്ങളുടെ നാട്ടിലെ പ്രശ്നമല്ല എൻ്റെ നാട്ടിലെ പ്രശ്നം. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചെയ്യേണ്ട ആദ്യത്തെ പണി ഡയഗ്നോസിങ് ദി ഇഷ്യൂസ് ഓർ ദ പ്രോബ്ലംസ് വിച്ച് യു ഫേസ് ഇൻ യുവർ വില്ലേജ്. നിങ്ങളെ മഹലിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താ നിങ്ങൾ ഇരുന്ന് പഠിക്കുക. എന്താ ഈ നാട്ടിലെ വിഷയം, ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഈ നാട്ടിലെ കുഴപ്പം എന്താ എന്ന് നമ്മൾ പഠിച്ചിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കാൻ. ആ പ്രശ്നങ്ങൾ എവിടെയാണ് നമ്മൾ ഇടപെടേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള നമ്പർ 1. അതില്ലെങ്കിലുള്ള പ്രശ്നം എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ തമാശക്ക് ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ഞാൻ ഒരു മലബാറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു മഹലിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി.
ക്ലാസ് എടുക്കാൻ പോയി പറഞ്ഞില്ല, നിങ്ങളെ പോലെ കുറേ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, കമ്മിറ്റിക്കാർ പറഞ്ഞു ഇവരൊന്ന് നന്നാക്കി തരണം, പൂർവ്വ വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് ഇവരൊന്ന് ഉഷാറാക്കണം. ചോദിച്ചു ഓല് നന്നാക്കാൻ മാത്രം എന്താ പ്രശ്നം വെച്ചാൽ ഓലെടുത്തില്ലാത്ത ഒരു കുഴപ്പമില്ല, ആ ജാതി കുരുത്തക്കേടാണ്, ലഹരി, മദ്യം, എല്ലാ തരികിടയിലും ഈ നാട്ടിലെ ചെറുപ്പക്കാരുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് വന്നിട്ടൊന്ന് ക്ലാസ് എടുക്കണം എന്നാണ്. അപ്പം ഞാൻ ആലോചിച്ചു ഈ ജാതി തരികിടുള്ള ആൾക്കാർ എങ്ങനെ എൻ്റെ ക്ലാസ് കേൾക്കാൻ വരിക, ഓല് വരാൻ സാധ്യതയില്ലല്ലോ എന്നാൽ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി നിർത്തി തരും, നിങ്ങൾ എടുത്താൽ മതി എന്നാണ്. അങ്ങനെ ഞാൻ പോയി പ്രതീക്ഷയോടെ ഒരു മദ്രസ ഹാളിൽ 100-150 ചെറുപ്പക്കാരിങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ മുന്നിൽ ആവേശത്തോടെ വന്നിരിക്കുന്നു. അങ്ങനെ എന്നെ ആ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ക്ലാസ് എടുക്കാൻ വേണ്ടി ഹാളിലേക്ക് പോയി. കമ്മിറ്റിക്കാർ ഉസ്താദ്മാരെല്ലാം വന്ന് ഉദ്ഘാടന സദസ്സ് കഴിഞ്ഞു. പിന്നെ പ്രസംഗം തുടങ്ങാൻ നേരത്ത് ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു നിങ്ങളെല്ലാം പുറത്ത് നിന്നോളി, കാരണം പ്രശ്നം ഇതാണല്ലോ, സംഗതി കുറച്ച് ഗുരുത്തക്കേടുള്ള കേസാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ആരും സ്റ്റേജിൽ വേണ്ട, നിങ്ങളൊക്കെ പോയിക്കോളി, ഞാൻ വിളിക്കും നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പള്ളിയിലേക്ക് വിട്ടു. അങ്ങനെ ഞാൻ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഓരോ ചങ്ങായിമാർ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കണം, കാരണം അഥവാ നന്നായി പോകുമെന്നുള്ള ബേജാറിലാണ് അവരുള്ളത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര പ്രകോപനത്തിന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ചു നേരം പറഞ്ഞു തീരെ അടുക്കുന്നില്ല, പറഞ്ഞിട്ടൊരു തരത്തിലൊരു മഴയില്ല. അങ്ങനെ പറഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇവന് മെല്ലെ മെല്ലെ ഇങ്ങനെ കുറച്ച് നേരമല്ലേ മനുഷ്യന് മസിൽ ഇരിക്കാൻ പറ്റൂ. പിന്നെ ആ സാധുക്കൾ ഒറിജിനൽ ആവാൻ തുടങ്ങി, ഇവന് മിണ്ടാൻ തുടങ്ങി, പറയാൻ തുടങ്ങി, കഥ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി. എന്നോട് 8:30 മണി വരെ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട് 7 മണിക്ക് തുടങ്ങി, ഞാൻ 9 മണിയായിട്ട് ക്ലാസ് തീർന്നില്ല, ഇങ്ങനെ തുടരുകയാണ്. അപ്പം വാതിലിന് ഒരാൾ വന്നിട്ട് മുട്ടി. അപ്പോൾ ഞാൻ തുറന്നു നോക്കും, ഒരു കമ്മിറ്റിക്കാരൻ എന്നെ പരിപാടിക്ക് കൊണ്ടുപോയ ആളാണ്. മൂപ്പരോട് പറഞ്ഞു നടക്കൂലെങ്കിൽ നിങ്ങൾ വിട്ടുകളാ, കാരണം പോലെ നന്നാവൂലെങ്കിൽ നിങ്ങൾ വെറുതെ സമയം കളയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാം. അതിന് അവരെ പറ്റുക കാര്യമൊന്നും പറഞ്ഞില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരെല്ലാം ഞാൻ വിളിച്ചു, ഓലെല്ലാം വന്നിരുന്നു, സമാപന സെഷനാണ്. അപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഭയങ്കര ആവേശത്തോടെ എണീച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെ മാറും ഇങ്ങനെ മാറും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജൽസൽ ഉണ്ടാക്കുന്ന വർത്താനം പറയണം. അപ്പോൾ ഇവർ 3 തീരുമാനങ്ങൾ എടുത്തു അന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ. ഒന്നാമത്തെ തീരുമാനം, ഇനി മുതൽ എല്ലാ ദിവസവും സുബഹിക്ക് പള്ളിയിൽ വരുന്നുള്ളതാണ്. ഞാൻ അവരോട് എന്നെക്കൊണ്ട് ആകണ പോലെ ഞാൻ പറഞ്ഞതാണ്, പണിക്ക് നിങ്ങൾ നിൽക്കണ്ട, കാരണം നടക്കൂല. നിങ്ങൾ ഈ തുടങ്ങുമ്പോൾ തന്നെ പുതിയ ഇസ്ലാമും തങ്ങളും ആകാൻ നിൽക്കരുത്, കാരണം രണ്ടും കൂടി നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് സാവകാശം വരാം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ മഗ്‌രിബിനൊക്കെ വന്നിട്ട് മെല്ലെ മെല്ലെങ്കിൽ തുടങ്ങിയാൽ പോരെ. ഓലെന്നോട് പറഞ്ഞു പറ്റൂല, കാരണം സുബഹിക്ക് വന്നാലേ നമ്മൾ മാറിയെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഷട്ടിൽ തുടങ്ങും, അത് കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞ് അവരെന്നോട് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. രണ്ടാമതൊരു തീരുമാനിച്ചു, പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. മൂന്നാമത് അവർ മഹല്ലിൽ ഒരു വിപുലമായ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. കാരണം എന്താ, അത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴേ ഞാൻ സമ്മതിച്ചു, അത് റെഡിയാണ്, നല്ലതാണ്. കാരണം വെച്ചാൽ ഉപയോഗിക്കണോലും ഇവരാ, വാങ്ങണോലും ഇവരാണ്, വിൽക്കണോലും മാത്രമേ വേറെ കടക്കാരുള്ളൂ. അപ്പോൾ ഇവർ നന്നായ പകുതി പ്രശ്നം അവിടെ തീരും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ എന്തായാലും തുടങ്ങിയാൽ വിജയിക്കുമെന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ 3 തീരുമാനം എടുത്തു. കമ്മിറ്റിക്കാർ വന്നു, ഇവർ ഭയങ്കര ഗംഭീരമായിട്ട് സംസാരിക്കുകയും ചെയ്തു. കമ്മിറ്റിക്കാർ പറഞ്ഞു നിങ്ങൾ എന്തിയാതി മരുന്നാണ് കൊടുത്തത്, ഇതെങ്ങനെ ഇങ്ങനെ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ഓലിയത്ത് എന്നെ ഇങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിരിഞ്ഞു. സംഗതി ഇതൊന്നും അല്ല രസം. എൻ്റെ ഇടക്കിടക്ക് കമ്മിറ്റീൻ്റെ ആൾക്കാരൊക്കെ എന്നെ ഫോൺ വിളിച്ചൊരു ഗസാലി ഭയങ്കര മാറ്റാട്ടോ, നാട്ടിൽ ഭയങ്കര ചലഞ്ഞാട്ടോ, സംഭവമാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു 2-2.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നത് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറിയുടെ കോളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ക്ലാസ് ഇപ്പോൾ സംസാരിച്ചു, ഗസൽ സാഹിബ് നിങ്ങൾക്ക് എന്നെ അറിയോ, നാട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആളാണ്, മുന്നിലായിരുന്ന ആളാണ്, ഇന്ന വർത്താനം പറഞ്ഞപ്പോൾ എനിക്ക് ഭയം മനസ്സിലായി. അപ്പോൾ ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ നിങ്ങൾ പിന്നെയും പഴയ പോലെ ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല, നിങ്ങൾ ഒരു ക്ലാസ്സിന് ഡേറ്റ് തരണം, വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആയിരിക്കാം. അപ്പോൾ ഉടനെ പറഞ്ഞു അത് കമ്മിറ്റിക്കാർക്ക് ഒരു ക്ലാസ് കൊടുക്കണം. ഞാൻ ആകെ ഷോക്കായി, കാരണം 2-2.5 മാസത്തെ ഗ്യാപ്പിൽ പൂർവ്വ വിദ്യാർത്ഥി ക്ലാസ് വെക്കുന്നവർക്കാം കമ്മിറ്റിക്കാർക്കാണ്. അപ്പം ഞാൻ ചോദിച്ചു സുബാനത് എന്താ പ്രശ്നം? അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞ തമാശ എന്ന് വെച്ചാൽ ഞങ്ങൾ നന്നായപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെക്കാളും വലിയ വില്ലന്മാരാണ് വലിയ മുതിർന്ന ആൾക്കാർ. അതുകൊണ്ട് ഓലൊന്ന് കാരണന്മാരെയൊക്കെ ഒന്ന് പിടിക്കേണ്ടതുണ്ട്. ഓലാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കളിക്കുന്നു, ഓല് ദൂരത്ത് പോയി കളിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് നിങ്ങൾ കണക്കിന് കൊടുക്കണം, എന്നാലേ നമുക്ക് നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ എനിക്കറിയാവുന്ന കമ്മിറ്റീൻ്റെ ഭാരവാഹി ഒരാൾ വിളിച്ചിട്ട് സംഗതി നിങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടോ, അത് പിടുത്തം വിട്ടു, ഓല് നിങ്ങളെ നേരെ തിരിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മൂപ്പര് ഞാനെങ്ങനെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാ, സംഗതി ഇപ്പോൾ ഒരു നന്നായും കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള പല ആൾക്കാരെ ഗുരുത്തക്കോട് ഇപ്പോൾ ഓൽക്ക് മനസ്സിലായി തുടങ്ങിയെന്നാണ്. എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിലെ ചെറുപ്പക്കാർ മെച്ചപ്പെടാൻ തീരുമാനിച്ചാൽ അത് ഭയങ്കര എളുപ്പത്തിൽ നന്നാവും, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിൽ നന്നാവും. അതിൽ ഒരു പ്രയാസമില്ല. അതിന് നമ്മളാകെ വേണ്ട ഒരു സംഗതി, ഒന്ന് നയിക്കുന്ന ആളുകൾ കുറച്ചുകൂടി മാതൃകയാവാൻ
ശ്രമിക്കണം. അവർ മുന്നിൽ നിന്ന് റോൾ മോഡലായാൽ ഈ പണി ഇഖ്ലാസോടെ പണിയെടുത്താൽ മാറ്റം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തത്, പൂർവ്വ വിദ്യാർത്ഥികൾ ഇടപെടേണ്ടത് വെറും ധാർമ്മികമായ പ്രവർത്തനം മാത്രമല്ല, അവർ ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനസ്സറിയാവുന്ന അവരെ കൂട്ടിച്ചേർക്കാൻ പറ്റാവുന്ന ഇടപെടലുകളിൽ ഉണ്ടാവണം. അതിൽപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യായാമങ്ങൾ, ഇനിയല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അവരുടെ കലാമേഖലകളിലുള്ള നല്ല ഇസ്ലാം അനുവദിച്ച കഴിവുകൾ വളർത്താനുള്ള അവസരങ്ങൾ, അതുപോലെ അവർക്ക് തൊഴിൽ വാങ്ങിക്കൊടുക്കാനുള്ള അവസരങ്ങൾ, അവർക്ക് PSC കോച്ചിങ് പോലെയുള്ള സാധ്യതകളിലേക്ക് എത്തിക്കാനുള്ള അവസരങ്ങൾ, അവർക്ക് അവരുടെ കരിയറിൽ പരീക്ഷകളിൽ വിജയിക്കാനുള്ള സഹായങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്കൊന്ന് ആഘോഷിക്കാൻ, ഒന്ന് ടൂർ പോകാൻ, ഒന്ന് വർത്തമാനം പറയാൻ, ഒന്ന് ഇരിക്കാൻ, ഒന്ന് കഥ പറയാൻ, അതിനൊക്കെ പറ്റുന്ന അവസരങ്ങൾ. എപ്പോഴും ഓല വിളിച്ചിട്ട് സ്വർഗവും നരകവും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓല വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നരകമൊക്കെ നമ്മളെ കണ്ടിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പം നമ്മൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർക്ക് അതിന് വില ഇല്ലാതായത്. ജീവിച്ച് കാണിച്ചു കൊടുത്ത കാലത്തൊക്കെ സ്വർഗത്തിന് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു, മരണത്തെ എല്ലാവർക്കും പേടിയായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ മരിക്കേണ്ടടാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മരിച്ചിട്ട് മരിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാർ രാജാതി പേടിപ്പിന്ന് നമ്മൾ വേണ്ട, അത് മരിക്കുമ്പോൾ ആലോചിക്കാമെന്ന് പറയുന്ന രീതിയിലേക്ക് മനുഷ്യന്മാരെത്തി തുടങ്ങി. കാരണം വെച്ചാൽ നമ്മൾ പറയലാണ് ഇപ്പം നമ്മളെടുത്തുള്ള ആകെയുള്ള പരിഹാരം, ചെയ്യലല്ല പരിഹാരം. അതുകൊണ്ട് ദീൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി തദയ്യുനാണ്, സംസ്കാരമാണ്. അത് നാട്ടിൽ ദീനിൻ്റെ പ്രകാശിപ്പിക്കുന്ന മാതൃകകൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക, നല്ല കാര്യങ്ങൾ ഇങ്ങനെ തുടരുക, അത് കണ്ടിട്ട് ജനങ്ങൾ ഇങ്ങനെ വരും. ദീന് ശരിക്കും പറഞ്ഞാൽ ദീനിൻ്റെ ഹിദ്മകളാണ്, സേവനങ്ങളാണ് പറയേണ്ടത്. ദീനിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ ആളുകൾക്ക് ചെയ്ത് തർബീയത്തിലൂടെ കാണേണ്ടതും അനുഭവിക്കേണ്ടതുമാണ്. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ എപ്പോഴും ഇതിൻ്റെ ഒരു മിക്സ് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഒന്ന്, അവരെ കൂടുതൽ അവർക്ക് പുതിയ കാലത്തോട് സംവദിക്കാൻ പറ്റാവുന്ന അവസരങ്ങൾ, സാഹചര്യങ്ങൾ, ഇത്തരം ചർച്ചകൾ, അത്തരം കൂടിയിരുത്തങ്ങൾ, അത്തരം ആലോചനകൾ, അവരുടെ കഴിവും അവരുടെ സാധ്യതകളും വളർത്താനുള്ള മേഖലകളൊക്കെ ഉണ്ടാവുക. അങ്ങനെ എപ്പോഴും മഞ്ചേരിയിലൊരു ഒരു സംഗമത്തിന് എന്നെ ഭയങ്കര അതിശയം തോന്നി. ഒരു മഹല്ലത്തിൻ്റെ കീഴിലാണ് ആ പ്രോഗ്രാം നടത്തിയത്. 150ഓളം വരുന്ന ചെറുപ്പക്കാർ, അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ്. അവർ ചർച്ച ചെയ്യുന്ന എന്തെല്ലാം വിഷയങ്ങളാണ്. പുതിയ ബ്രാൻഡുകൾ തുടങ്ങുന്നതിനെ പറ്റി, പുതിയ ഒരു സ്പോർട്സ് കോംപ്ലക്സ് തുടങ്ങുന്നതിനെ പറ്റി, പുതിയ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങുന്നതിനെ പറ്റി, പുതിയ വിദ്യാഭ്യാസപരമായ ഇടപെടലുകൾ നടത്തുന്നതിനെ കുറിച്ച്, തൊഴിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നതിനെ പറ്റി, അതുപോലെ തന്നെ ധാർമ്മികമായ യാത്രകളും ടൂറുകളും നടത്തുന്നതിനെ കുറിച്ച്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൊരു നാട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇടപെടലുകളുടെ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പൂർവ്വ വിദ്യാർത്ഥികൾ പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട പണികൾ അവരെ അടിച്ചേൽപ്പിക്കലല്ല, നേരെ മറിച്ച് ആ തലമുറക്ക് വേണ്ട സംഗതികൾ കൂടി നമ്മൾ ചിന്തിച്ച് നടപ്പിലാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ മാറിയാൽ അത് നാടിന് ഭയങ്കര ഗുണമായിരിക്കും, മഹലിന് ഭയങ്കര കോംപ്ലിമെൻറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സാമുദായിക സംവിധാനങ്ങൾക്ക് അത് വല്ലാത്ത കരുത്ത് പകരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുക എന്നുള്ളത് അതെപ്പോഴും മാത്രമല്ല പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ടാക്കും, അതൊരു മിക്സും ആയിരിക്കണം. എപ്പോഴും നമ്മൾ സാധാരണ പലപ്പോഴും പറ്റുക ഒരേ ലൈൻ ഓഫ് ആൾക്കാരെ മാത്രമാണ് നമ്മൾ, പിന്നെ ഞാൻ പറയുന്നത് കാഴ്ചപ്പാടിൻ്റെ അല്ല പറയണത്, ഒരേ ലൈൻ. ഇപ്പോൾ എല്ലാവരും മതപഠനം, മതവിരുദ്ധം നേടിയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എല്ലാവരും ദീനി വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഓല് മാത്രം അതിൻ്റെ ഭാരവാഹികളായാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ വന്ന് കൂടി നിൽക്കാൻ പോലും ചിലപ്പോൾ കഴിയുക. ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ യോയോ ചെറുപ്പക്കാർ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. നമ്മളെക്കാളും വൃത്തിയിൽ ചിലപ്പോൾ ഓലായിരിക്കും തഹജ്ജുദ് നടക്കുന്ന നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ സുബഹി വരെയായി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിങ്ങനെ ഈ കോലത്തിലൊക്കെ നടക്കുമെങ്കിൽ ചിലപ്പോൾ സുബഹി വരെ നമ്മൾ സംശയമായിരിക്കും. പക്ഷേ ഒരു സുബഹിയും കളയാത്ത എത്രയോ നല്ല അടിപൊളി ജീൻസ് ഇട്ട് നടക്കുന്ന, ബനിയനോട്ട് നടക്കുന്ന നാട്ടിലെ ചെറുപ്പക്കാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും. അത്തരം ചെറുപ്പക്കാരെയും അത്തരം സംവിധാനങ്ങളെയൊക്കെ നമ്മുടെ കൂടെ നിർത്തി ഒരു കംഫർട്ടബിൾ നെറ്റ്വർക്കായിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി മാറിയാൽ അവരിൽ നിന്ന് വലിയ മാറ്റമാണ്. ഞാൻ 100 പ്രസംഗം നടത്തുന്നതിനേക്കാളും മാറ്റം ഉണ്ടാവും നാട്ടിൽ ഒരു അടിപൊളി മോഡേൺ ചെറുപ്പക്കാരൻ 5 നേരം പള്ളിയിൽ പോയാൽ. അത് ഉണ്ടാക്കാവുന്ന, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 വയസ്സ് പറയുന്നതിനേക്കാളും വലിയ മാറ്റമായിരിക്കും. കാരണം അവർ ഈ ആധുനികതയിൽ ജീവിക്കുന്നവരാണ്, അവരുടെ ഉള്ളിൽ ദീനുണ്ട് എന്ന് വന്നാൽ അത് സമുദായത്തിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതാണ്. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, ഒരു സ്പോർട്സ് സ്റ്റാർ നിസ്കരിച്ചാൽ അത് മതിയല്ലോ ഒരു മാസക്കണക്കിന് ആൾക്കാർക്ക് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ഒരു ഫുട്ബോളർ ഒരു സുജൂദ് അങ്ങ് ചെയ്താൽ റബ്ബേ ഇത് 10,000 സുജൂദ് നമ്മളെല്ലാവരും മെനക്കെട്ട് ചെയ്തിട്ടും കാര്യമില്ല, ആ സുജൂദാണ് ആ കൊല്ലം മുഴുവൻ ആൾക്കാർ പറയുക. കാരണം വെച്ചാൽ ഓലൊരാൾ മുസ്ലിം ആയാൽ അതാണ് ഇപ്പോൾ നമ്മളെ ദീനിലെ ഏറ്റവും വലിയ സംഗതി. എത്ര വലിയ ശുചായി നമ്മൾ മുസ്ലിമിലേക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ പുതിയ തലമുറക്ക് അവർക്ക് ഉൾക്കൊള്ളാവുന്ന ആളുകളിൽ ദീന് കാണുക എന്നതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു മിക്സ് എപ്പോഴും നമ്മുടെ ഇത്തരം കൂട്ടായ്മകളിൽ ഉണ്ടാവുകയും, ആൻഡ് ദർ ഷുഡ് ബി ഓൾവേസ്. നമ്മളൊന്ന് ആലോചിച്ചു, നിങ്ങളൊരു ഫുട്ബോൾ മാച്ച് നടത്തുന്നു, ആ മാച്ച് മഗ്‌രിബ് നിസ്കാരത്തിന് നിർത്തുന്നു എന്ന് വന്നാൽ അതന്നെ ആ നാട്ടിൽ ഏറ്റവും വലിയ ദൈവത്തല്ലേ. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളൊരു ഭയങ്കര ഒരു 7's ടൂർണമെൻറ്റ് വെക്കുക, എന്നിട്ട് ആ 7's ടൂർണമെൻറ്റ് മഗ്‌രിബ് പങ്കെടുക്കും പറയല്ല, ജമാഅത്ത് കഴിഞ്ഞിട്ട് ബാക്കി തുടരുന്നു പറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ അതിനേക്കാൾ വലിയ ദൈവത്വം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു.
അങ്ങനെ നമ്മളെ ഒന്നും നമുക്ക് അന്യമല്ല, എല്ലാം നമുക്ക് അനുകൂലമാണ്. പക്ഷെ അതിനെയൊക്കെ ഇസ്ലാമിൻ്റെ മൂല്യത്തിൽ നിന്നിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒന്നിനെയും നമ്മൾ മാറ്റി നിർത്തുകയല്ല, എല്ലാം നമ്മുടെ ഇസ്ലാമിക സംസ്കാരത്തിനുള്ളിൽ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ശ്രമിക്കേണ്ടത്. അതിലേക്ക് പോയാൽ ഇത്തരം കൂട്ടായ്മകളൊക്കെ ഫലപ്രദമാകും. ഇനിയും ദീർഘിപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ നിങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ഞാൻ നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ നിങ്ങൾ എണീക്കാത്തത് കൊണ്ടാണ് ആ പ്രസംഗം അങ്ങനെ തുടർന്ന് പോയത്. അതുകൊണ്ട് കാരണം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ്, കുറേ പ്രസംഗം കേട്ട സമയമാണ്, അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ഉള്ളവരെല്ലാവരും ശ്രദ്ധയോടെ കേട്ടു, കൂടെ നിന്നു. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കുകയാണെങ്കിൽ പിന്നീട് വരുമ്പോൾ വലിയ ആത്മാർത്ഥതയോടെ സംഘടിപ്പിച്ചാണ് ഈ കൂട്ടായ്മ. എനിക്ക് നേരത്തെ അറിയാം. കാരണം കുട്ടി സാഹിബൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഓടി അയച്ചു, നിങ്ങൾ എന്താ പറയാൻ പോകണമെന്ന് വരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുട്ടി സാഹിബ് ഞാൻ അങ്ങനെ നേരത്തെ ഒന്നും പറയലില്ല, ആ സദസ്സ് കാണുമ്പം മനസ്സിൽ വരുന്നതാണ് പറയാൻ ശ്രമിക്കാറുള്ളത്. ഒരു ഫ്രെയിമേ ഞാൻ മനസ്സിലുണ്ടാക്കില്ല. അതുകൊണ്ട് മുമ്പ് നിങ്ങൾ പറയാൻ സാധനമുള്ള സംഗതി എഴുതി തന്നാൽ ഞങ്ങൾക്ക് അത് ആദ്യം കൊടുക്കാനെന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുന്നൊരു സാധനമില്ല. നിങ്ങൾ എന്ത് എഴുതി കൊടുത്താലും ചിലപ്പോൾ ഞാൻ പറയണത് അതന്നെ ആയിരിക്കും എന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്നാലും അത്രയും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു നല്ല പ്രോഗ്രാമാണിത്. ആ പ്രോഗ്രാമിന് അള്ളാഹു വിജയിപ്പിക്കട്ടെ. അത് ഈ നാട്ടിലെ ഒരു നല്ല മാറ്റത്തിൻ്റെ തുടക്കമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾ എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.